Good evening to one and all. Myself Shanti, Good and evening. it's my privilege. Good evening, sir. Myself Shanti, and it's my privilege and pleasure on behalf of IT Leaders Club to welcome each one of you to this session today. We are delighted to have with us our special guest of honor for today. I welcome Sri Ramachandran sir, retired from BPCL Group Refineries, currently serving as an advisor in IIM Kozhikode. I welcome Shri K. Pradeep Kumar, Assistant Professor, Indian Institute of Information Technology and Management, Government of Kerala. I welcome Dr. Manoj Changat, Professor, Future Studies, University of Kerala. I welcome Shri Sunil G. Krishnan, System Manager, Directorate of Panchayat, Government of Kerala. I welcome Dr. Sudhir S. Marar, Professor, HOD, Nehru College of Engineering and Research Center, Thrissur. I welcome Mr. Anthony Joseph, ISO Consultant, MD, AQA. I would like to welcome all the members of IT Leaders Club. I welcome all our attendees in today's session who joined us today through the invitation on a very short notice. I welcome all the founder members of IT Leaders Club who took the brilliant initiative to form a club with an aim to bring together all the information technology lead persons of non-IT companies in Kerala under one umbrella to provide a collaborative community that supports and help each other in work and life. Our founder members, Mr. Suresh Kumar, Chief IT Advisor and Virtual CIO, Skybertech, Mrs. Manjusha, Head IT Services, Nita Gelatin India Limited, Mr. Anup Krishna, Specialist MIS Government Department, Mr. Sangeet KM, DGM IT, Kochi Metro, Mr. Jayachandran, Head IT, Bobby Chamanur International Group. On behalf of all our founder members, I invite Mr. Suresh Kumar for a few words. Over to you, sir. Thank you, Shanti. Good evening. I think, can you hear? Good evening, sir. You're well and loud and clear. Okay. നമ്മളിങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു കോൺസെപ്റ്റ് പറയാം. ആദ്യം അതിനൊപ്പം ശാന്തി പറഞ്ഞ പോലെ എല്ലാവരെയും ഇതിലേക്ക് വെൽക്കം ചെയ്യണു. നമ്മുടെ IT ലീഡേഴ്സ് ക്ലബിലേക്ക് ഇന്ന് സ്പെഷ്യൽ ഇൻവൈറ്റ് ആയിട്ട് വന്ന ആളുകളെയും നമ്മുടെ മെമ്പേഴ്സിനെയും നമ്മുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് വന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനൊപ്പം തന്നെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സ് ഞങ്ങൾ കുറച്ച് IT മാനേജ്മെന്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ 4-5 പേർക്ക് ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഈ ലോക്ക്ഡൌൺ പീരീഡിൽ വന്നൊരു ആശയമാണ്. കാരണം ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ചെയ്യുന്ന IT മാനേജേഴ്സ്, സിസ്റ്റം അഡ്മിൻ, IT ഹെഡ്, CIO പല പ്രൊഫൈലിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരുടെ ഒരു എംപവർമെന്റ്, ഇവരുടെ ഒരു നോളജ് അപ്ഗ്രഡേഷൻ, കാരണം ഇവരുടെ നോളജ് അപ്ഗ്രേഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ ഓർഗനൈസേഷന് കിട്ടും. ഓർഗനൈസേഷന് വലുതായി കഴിഞ്ഞാൽ അത് സൊസൈറ്റിക്കും ബാക്കിയുള്ള ആളുകൾക്കും ഗുണമാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ് ആണ് എങ്ങനെ നമ്മുടെ IT വർക്ക് ചെയ്യുന്ന സിസ്റ്റം അഡ്മിൻ, IT മാനേജർ ലെവലുള്ള ആളുകൾക്ക് ഒരു നോളജ് സെന്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ട് പ്രോസസ് ആണ് ഇങ്ങനെ ഒരു IT ലീഡേഴ്സ് ക്ലബ് എന്നുള്ളത് ഫോം ചെയ്യാൻ ഒരു ആശയം ഉണ്ടായത്. അപ്പൊ ഇത് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ഇപ്പൊ നമ്മള് 100-നടുത്ത് മെമ്പേഴ്സ് ഉള്ള ഒരു IT ലീഡേഴ്സ് ക്ലബായി ഫോം ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങള് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുക, ആളുകളെ കൂടുതൽ അവെയർ ആക്കുക, കൂടുതൽ ട്രെയിനിങ് സെഷൻസ് വേണ്ട ആളുകൾക്ക് ട്രെയിനിങ് സെഷൻസ് കൊടുക്കുക. ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിൽ സംസാരിക്കുന്ന ബോബി ചെമ്മൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ IT ഹെഡായ മിസ്റ്റർ ജയചന്ദ്രനാണ് ഇന്നത്തെ ടോപ്പിക് സംസാരിക്കുന്ന ആള്. 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ്, പല വലിയ കോർപ്പറേറ്റുകളും സീമെൻസ് പോലുള്ള കമ്പനികളൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോ ഇതേപോലെ നമ്മുടെ ഈ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഒരുപാട് ആളുകൾ, പല നോളജ് ബേസ് ഉള്ള ആളുകൾ നമ്മുടെ ഈ IT ലീഡേഴ്സ് ക്ലബ്ബിൽ പല കമ്പനികൾ IT മാനേജ് ചെയ്യുന്നതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ആളുകളുടെ നോളജിനെ എങ്ങനെ മറ്റുള്ള ആളുകൾക്ക് കൂടി ഷെയർ ചെയ്ത് ഒരു ടോട്ടൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ട് എങ്ങനെ എല്ലാവർക്കും ഒരു നോളജ് ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ശ്രമം. അതിന് എല്ലാ ആളുകളുടെയും എന്താ പറയാ സഹകരണവും സപ്പോർട്ടും ഉണ്ടെന്നാണെങ്കിൽ നമുക്കതൊരു വലിയ
ഒരു സംവിധാനമാക്കിയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതിലൂടെ ഇൻഡിവിജ്വലിനുള്ള അതാത് ഇൻഡിവിജ്വലിന് ആളുടെ കേപ്പബിലിറ്റിയിലുള്ള ഡെവലപ്മെന്റ്, ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ്, ഇതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്കിന്ന് എല്ലാവർക്കും നമ്മുടെ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിലേക്ക് വരികയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരു ലിമിറ്റഡ് ടൈമാണ് നമ്മൾ അലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് എന്റെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ശാന്തി. Thank you, sir, for your words. Now, I would like to invite Sri Ramachandran, sir, to speak few words. He possesses BTech in EC from CET, Trivandrum, MTech in CS from IIT Mumbai, and EMBA from SPJN Mumbai. He started his career with ERDC in 1981. 11 years later, he joined BPCL IT department, where he worked in many prestigious large-scale IT projects. After retiring from BPCL Group refineries, he is currently serving as an advisor in IIM Kozhikode. Over to you, Ramachandran, sir. Yeah. Good evening to all of you. Kekam, sir. Kekam. Yeah, good evening. See, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ സൃഷ്ടിച്ചതിൽ. And I welcome all of you to this new club. ജനറലി നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു IT പ്രൊഫഷണലിന് 4 ചലഞ്ചസ് ആണ് വേണ്ടി വരുന്നത്. 4 basic challenges. The first is technology selection. The second is technology implementation. The third is maintenance of technology. നാലാമത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ കരിയർ പ്ലാനിങ് ആൻഡ് പ്രോഗ്രഷൻ. ഈ 4 ഏരിയയിലും ഒരു IT എഞ്ചിനീയർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ചലഞ്ച്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് ദ റൈറ്റ് ടെക്നോളജി. ഒരു ഓർഗനൈസേഷന് വേണ്ട റൈറ്റ് ടെക്നോളജി, ഒരുപാട് ടെക്നോളജി ഉണ്ട്. വലുതായാലും ചെറുതായാലും. റൈറ്റിംഗ് ഫ്രം ERP പോലെ, ഇല്ലെങ്കിൽ അനലിറ്റിക്സ് ഓർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിങ്ങിനെ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ടെക്നോളജി ആയാലും കൊള്ളാം. സിമ്പിൾ ഒരു വൈറസ് മേടിക്കുന്നതായാലും കൊള്ളാം. സെലക്ടിങ് ദ റൈറ്റ് ടെക്നോളജി ഇസ് എ ചലഞ്ച്. ദി സെക്കൻഡ് ഈസ് ഇംപ്ലിമെന്റിംഗ് ദ ടെക്നോളജി. ഇപ്പൊ നമ്മുടെ കൊച്ചി തന്നെ ഒരു ERP ഇംപ്ലിമെന്റേഷൻ എടുക്കുകയാണെങ്കിൽ മെട്രോയുടെ ഇംപ്ലിമെന്റേഷന്റെ ചലഞ്ചസ് നോക്കുമ്പോൾ സിയാലിന്റെ ചലഞ്ചസിന് ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. സന്തോഷ് വിൽ ഹാവ് എ ഡിഫറെന്റ് സ്റ്റോറി ടു സേ. സംഗീത് വിൽ ഹാവ് എ ഡിഫറെന്റ് സ്റ്റോറി അറ്റ് മെട്രോ. പോർട്രസ്റ്റിലാകുമ്പോൾ വേറൊരു ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കും. HOCയിൽ ഒരു ഡിഫറെന്റ് സ്റ്റോറി ആയിരിക്കും. നമ്മുടെ FACTയിലെ ഡിഫറെന്റ് ആയിരിക്കും. ഓരോ സ്ഥലത്തെ ചലഞ്ചസ് ഡിഫറെന്റ് ആണ്. അതേപോലെയാണ് ദ തേർഡ് ഇസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാത്തിനും ചലഞ്ചസ് ഉണ്ട്. പലവർക്കും പല എക്സ്പീരിയൻസും ഉണ്ട്. അപ്പൊ ഈ ഫോറം വന്നിട്ട് ഈ എല്ലാ ഏരിയാസിലും ഒരു പുതിയ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് അവർ ഷെയർ ചെയ്യുക, ഒരു പുതിയ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചെയ്യുക, അതേപോലെ ഇംപ്ലിമെന്റേഷനിലുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. അതിന് ഈ ഫോറം എല്ലാവരെയും വളരെയധികം ഒരു പ്രാക്ടിക്കൽ എംപവർമെന്റ് തന്നെ എവരിബഡി വിൽ ഗെറ്റ് ത്രൂ ദിസ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇസ് ദ കരിയർ പ്ലാനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ഈ IT ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ആസ്പെക്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, 5 വർഷം കഴിഞ്ഞാൽ അയാൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണ്. ഇല്ലെങ്കിൽ ഒരു പ്രോഗ്രാമർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, 5 വർഷം കഴിഞ്ഞാലും പ്രോഗ്രാമർ. നമുക്ക് എന്താണ് ഒരു ഗ്രോത്ത് പാത്ത്? ഞാനൊരു നെറ്റ്വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം നെറ്റ്വർക്ക് എടുത്തുവോ, ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്ററിന്റെ ഹെഡ് ആവുമോ, ഒരു ഡാറ്റാ സെന്ററിന്റെ ഹെഡ് ആയിരിക്കുമോ? അതേപോലെ തന്നെ എവരിബഡി ഷുഡ് ഹാവ് എ റോഡ് മാപ്പ്. നമ്മുടെ ഒരു കരിയറിന് ഒരു റോഡ് മാപ്പ് വേണം. ആ റോഡ് മാപ്പിൽ നമുക്ക് എന്തൊക്കെ വേണം? അതിന് ഡെഫിനറ്റ്ലി ഇതിൽ വളരെയധികം ആൾക്കാർ പ്രോഗ്രഷനോടെ. സോ എനിക്ക് ഒരു സജഷൻ ഉള്ളത്, ഇൻ അഡീഷൻ ടു നമ്മുടെ ടെക്നിക്കൽ ലൈക്ക് ERP ഇംപ്ലിമെന്റേഷൻ ആയാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയാലും സെക്യൂരിറ്റി ആയാലും ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. ഈക്വലി ഇമ്പോർട്ടൻറ്റ് ഈസ് ദ കരിയർ പ്ലാനിങ് ആൻഡ് പ്രോഗ്രഷൻ, വിച്ച് ഈസ് അഗെയിൻ എ റിയൽ ചലഞ്ച് ഓഫ് എൻ IT പ്രൊഫഷണൽ. ഈ എല്ലാവരും ഇപ്പോൾ ഒരു ആസ്പെക്ട് എനിക്ക് വളരെയധികം ടച്ച് ചെയ്തത്, എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഒരു non-IT ആണ്. അപ്പോൾ ഒരു കോർ എപ്പോഴും ഒരു ഇൻഡസ്ട്രിയിൽ അവരുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ കോർ ബിസിനസ് ആണ്. സിന്തൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കോർ ബിസിനസ് ഡിഫറെന്റ് ആണ്. റിഫൈനറി എന്ന് പറഞ്ഞാൽ പെട്രോൾ ഉൽപ്പാദനം, മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ ഓടിക്കുന്നതാണ് അവിടുത്തെ കോർ. നമ്മളെപ്പോഴും ഒരു സപ്പോർട്ടിങ് സ്റ്റാഫാണ്. പക്ഷേ സെയിം ഇസ് ദ ട്രൂ വിത്ത് IT കമ്പനീസ്. ഒരാൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻഫോസിസ് എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ TCS എന്താ ചെയ്യുന്നത്? അവര് ഒരു IT എസ്റ്റാബ്ലിഷ്മെന്റിന് എന്താണ് ഒരു ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഷിപ്പ്യാർഡിനെ ഹെൽപ്പ് ചെയ്യുന്നു, മെട്രോനെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ അവരും ദേ ആർ ഓൾസോ ലൈക്ക് അസ്, പക്ഷെ അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്.
സോ എപ്പോഴും നമ്മളെ ഒരു സപ്പോർട്ടിംഗ് റോളാണ്, നമ്മളൊരു കോർ റോൾ അല്ല. അപ്പൊ അതിൻ്റെതായ ചലഞ്ചസ് ഡിഫറെന്റ് ആണ്, അതിൻ്റെതായ ഗ്രോത്ത് ഡിഫറെന്റ് ആണ്, അതിൻ്റെതായ നമുക്ക് ബിൽഡ് ചെയ്യേണ്ട, അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരുപാട് ടെക്നോളജി ചേഞ്ചസും ഉണ്ട്. അപ്പോൾ ഒരു ചലഞ്ച് നമ്മൾ എത്ര വേഗം ഗ്രാസ്പ് ചെയ്യുക, നമുക്ക് എങ്ങനെയാണ് റോഡ് മാപ്പ്, നമ്മൾ കോറിലല്ല വർക്ക് ചെയ്യുന്നത്, അങ്ങനെ പ്രൊഫഷണൽ ചലഞ്ചസ് എപ്പോഴും ഐ ടിക്കാർക്ക് കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഒരു റിക്വസ്റ്റ്, ഇൻ അഡീഷൻ ടു ഓൾ ദീസ് എല്ലാ പ്രോഗ്രാംസിന്റെ കൂടെ കരിയർ പ്ലാനിങ് ആൻഡ് പ്രൊഫഷണൽ പ്ലാനിങ് ഓൾസോ വിൽ ഹെൽപ്പ് എ ലോട്ട്. ഏതായാലും ഡെഫിനറ്റ്ലി ഈ എല്ലാവരുടെ ഷെയറിങ്ങും ഈ 4 ആസ്പെക്റ്റിലും, അതായത് ടെക്നോളജി സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, നമുക്ക് മെയിൻ്റനൻസ്, കരിയർ ആൻഡ് പ്രൊഫഷണൽ ചലഞ്ചസ്, ഈ 4 ഏരിയയിലും ഡെഫിനറ്റ്ലി എല്ലാവരുടെ ഷെയറിങ് ഓഫ് നോളജും, എല്ലാവരും ഇതേപോലെ ഇൻവൈറ്റഡ് നോട്ട്സും എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും നല്ല നല്ലൊരു പ്രൊഫഷണൽ ഗ്രോത്ത് വരട്ടെ. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഐ വിഷ് ദ office bearers for starting such a nice initiative. I also wish each and every member of the group, and I wish them all the very best. All the very best. Thank you. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much for enlightening us with your words. Next, I request Dr. Manoj Changat for his words. He is the Professor, Future Studies Department, University of Kerala, and in charge of Technology Business Startup Center, University of Kerala. Over to you, sir. Hello. Hello, can you? Yes, sir. You are audible. I'm audible? Yes, sir. You are Yes, audible. I'm really happy to associate this group of IT professionals. Actually, The voice. Hello, sir. Ippo voice. hello. Hello. Yes. Okay. Is it? I'm audible. Sir, your voice, your voice clear, sir. Clear, sir. Please carry on. Okay. എന്നോട് ഇന്ന് രാവിലെയാണ് മിസ്റ്റർ സുരേഷ് കുമാർ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു പരിപാടി. അപ്പോൾ ആക്ച്വലി അനൂപ് കൃഷ്ണ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. സോ actually he mentioned about this and he asked me to come to this forum. I'm really very much interested. Basically I'm a mathematician and also interested in futures problem solving. In fact, I have supervised a PhD student in the future of IT futures. What are the technological changes that is going to come in IT for the next 20, 25, 30 years? He has given a different scenarios and its impact. So what I think is, in what I'm more interested in, definitely this COVID-19 is a really a turning point in the history like World War II, where changes, definitely we cannot go as we were going, as we were doing. So everything will change. So definitely IT and the online, for example, in academics, we have already started online teaching for students now as because of this, but this will continue. So online education will continue, and the teaching profession will really there will be so much changes. So we have to adapt to this. So I think this the experience of the real industry experience we can take it, or we can absorb things from the industry and from our academic side also. We can so I think with this interaction there will be much more fruitful results will come. So I wish all the best wishes for this endeavor, for this kind of meetings and this group. Hope we will have a more fruitful collaboration. Thank you.
Thank you, sir. Thank you so much for sharing your views and enlightening us. Moving on, I request Shri K. Pradeep Kumar to speak few words. He is the Assistant Professor of Indian Institute of Information Technology and Management, Government of Kerala. Over to you, sir. Hello. First of all, I would like to thank Mr. Suresh and Mr. Anup Krishna for inviting me to this forum, IT Leaders Club. ഇത് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നില്ല കാരണം ബാൻഡ് വിഡ്ത്ത് കൺസ്യൂം ചെയ്യുമ്പോൾ ചിലപ്പം ഓഡിയോ ക്ലിയർ ആവാതെ വരും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാജുലേറ്റ് ഈ IT ലീഡേഴ്സ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്ത എല്ലാ ഫൗണ്ടർ മെമ്പേഴ്സിനെയും ബാക്കി ഹെൽപ്പ് ചെയ്ത ആൾക്കാരെയും എല്ലാം ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇങ്ങനെയൊരു ഫോറം സ്റ്റാർട്ട് ചെയ്തത് നല്ലൊരു ഇനിഷ്യേറ്റീവാണ്. വളരെയധികം നീഡഡ് ഒരു ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി, ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൊസൈറ്റിയിലും ആവശ്യമുള്ളൊരു ഇതാണ്. കാരണം IT എടുത്തു കഴിഞ്ഞാൽ ഒന്ന് ടെക്നോളജീസ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാതെ. അപ്പം നമ്മൾ ഓടിക്കൊണ്ടിരുന്നാലേ നമുക്ക് നിന്നിടത്തെങ്കിലും നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അപ്ഡേറ്റ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് അപ്ഡേഷൻ ഒരു വളരെയധികം ക്രിട്ടിക്കലായിട്ടൊരു ഏരിയ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പം ഇതിനകത്ത് എനിക്ക് രാമേന്ദ്രൻ സർ പറഞ്ഞതിൻ്റെ ഒപ്പം പറയാനുള്ളത്, ഇതിൽ IT എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രൊഫഷണൽസിന് മാത്രമല്ല, പക്ഷേ ഒരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും പല രീതിയിലുള്ളൊരു അവയർനെസ് ആവശ്യമാണ്. അവയർനെസ് അല്ലെങ്കിൽ നോളജ് അപ്ഡേഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ടോപ്പിക് സൈബർ സെക്യൂരിറ്റി എടുത്താൽ തന്നെ അത് ജസ്റ്റ് ഒരു സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സിനോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനോ IT എഞ്ചിനീയേഴ്സിനോ മാത്രമുള്ളതല്ല. പക്ഷേ ഒരു ഓർഗനൈസേഷനെ മുഴുവനും ഇൻവോൾവ് ആയിട്ട് ചെയ്യേണ്ട ഒരു മൂവ്മെൻ്റ് ആണ്. ശരിക്കും ഒരു സൈബർ സെക്യൂരിറ്റി ഒരു റിയാക്റ്റീവ് അപ്രോച്ചിന് പകരം ഒരു പ്രൊആക്റ്റീവ് അല്ലെങ്കിൽ ഒരു ഈവൺ ഒരു പ്രോഗ്രസീവ് അപ്രോച്ചിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊരു എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും ട്രെയിനിങ്ങും നോളജ് അപ്ഡേഷനും അത്യാവശ്യമാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യയിൽ ഇപ്പം ഡാറ്റ പ്രൊട്ടക്ഷൻ ബില്ല് ആക്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഈവൺ വലിയ കമ്പനീസ് ഇപ്പം ഫേസ്ബുക്ക് എടുത്തു കഴിഞ്ഞാലും ഇപ്പം ഈ സൂം തന്നെ എടുത്തു കഴിഞ്ഞാലും ഇഷ്ടംപോലെ ഡാറ്റ ബ്രീച്ച് ഇൻസിഡൻസ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം എല്ലാ ഓർഗനൈസേഷൻസും ഈ ഡാറ്റ പ്രൈവസിയെക്കുറിച്ചും സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചും അവെയർ ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ IT ഇപ്പം നമ്മുടെ ജീവിതത്തിൽ സ്മാർട്ട് ഫോൺസും എല്ലാം വന്നതോടുകൂടി എല്ലാവരുടെ ജീവിതത്തിലും അത് ഇമ്പാക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സ്കൂൾ കുട്ടികൾ മുതൽ പ്രൊഫഷണൽസ്, എംപ്ലോയേഴ്സ്, ഗവൺമെൻറ് എംപ്ലോയീസ്, പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും ഇതിനുള്ള അവയർനെസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇതുപോലത്തെ ഒരു ഫോറം വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം ഒന്നും കൂടി എന്നെ ഇതിനകത്ത് ഈ ഒരു ഫോറത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന് ഞാൻ ഫൗണ്ടർ മെമ്പേഴ്സിന് താങ്ക്സ് പറയുന്നു. ഐ വിഷ് ദിസ് ഗ്രൂപ്പ് ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. Thank you, sir. We are delighted to have you with us. And moving on to the agenda of our today's program, I would like to request Mr. Jayachandran to start his presentation. He is the head IT of Bobby Chamanur International Group. Jayachandran, sir, over to you. Yeah, yes, sir. So, good evening, all. Shanti, I am audible, correct? Yes, you are audible, sir. Audible. Okay, good evening, all. As all delegates started, I would like also to start with the same. First of all, let me take this opportunity to thank Suresh for taking an initiative to build this group. Actually, I was very much motivated as well as energized when he initially discussed about this idea when we were in lockdown. So I think there are a lot of things happened, good things happened in this lockdown period. I would say this COVID time. One of this was forming this group. The sessions, we have planned to have sessions on all Saturdays.
This is only the one part of this, this group. The activity, this is only the one activity of this group. We will have several activities like knowledge sharing on a different level also. Like people can share, they can get help from this group if they have somewhere stuck. As all mentioned, there are a lot of experienced people around us, which we can take help. Even though everything is available in Google, sometimes, when you talk each other, it will be better. Okay, to start with the session, let me first introduce officially myself. My name is Jay Chandran. I'm currently heading the IT for Bobby Chimanur International Group. I'm in the IT industry for last 22 years. I've come in this 22 years, I've come across with a lot of different verticals or technologies like cloud architecture, DC management, server management, how to make a quality management system for IT, crisis management, how to overcome crisis and how to continue the business, and related to work on smart cards, RFID solutions, PKI, etc. Previously, I was a CIO for Siemens Logistics. I was working in Dubai. I was responsible for entire Middle East as well as India and Pakistan. I've done a couple of certifications in ITIL, AWS Solution Architect, MCSE, Certified Ethical Hacking. Basically, I'm a commerce graduate. The interest in electronics, actually, I would particularly underline that. The interest in the electronics, drove me to this field of IT. Apart from that, IT, I am an NLP practitioner. I used to do trainings when I was in Dubai. NLP is neuro-linguistic programming. It's a mind language. Basically, in a single line, I can say that it's a communication within, like how you communicate yourself. Okay. Also, and apart from the license costs, the software license costs are increasing on a daily basis, and everybody who used to give free softwares now, slightly like they are charging on it. So I promote a lot of open source software. Like that, I'm an open source evangelist. Okay, so let's start today's topic: information security in this digital era. I'll be doing this session in mixed language, English as well as Malayalam. Okay, let's start. So as the topic says, digital era. Recent times, like for I would say a couple of years, we all hear this word digital. Digital is the word we hear a lot. Everything related to mankind, we all want to transform that to digital, which is the wish of almost everyone living in this earth in this century. Like most of the verticals, like retail and education sector, entertainment sector, medical, communication, marketing, and sales, now already moved to digital platforms. We can see a lot of e-commerce sites around us, a lot of e-education centers around us. And also one thing which is this COVID-19 pandemic proved the advantages of digital world in these various segments. They didn't stop their business. Might be a very limited time they might have stopped, but otherwise the business was on for whoever that already moved to online. The internet and the cloud computing, mobile apps, every technology currently what we have was a paradigm shift for the entire humanity in many beneficial ways for a better lifestyle.
like business execution, education, social interactions, etc. Every technology not only enhanced the living standards, as well as easiness for the daily routines, the misuse also increased drastically. The misuse of the technologies also increased drastically. There is a saying that there is always another side of a coin. So it's exactly that proverb can be used here. Like even the new technologies help mankind, they also will be a disaster for the mankind in other ways if it is not used in a genuine way. Yeah, social media, one of the biggest advantages in the current lifestyle. Now we can see a lot of social media platforms available in the world now. It is countless. On a day by day, a new social media platform is coming, which has got, they will be having USP, but still at the end of the day, what it is happening is the entire private data is compromised. Privacy become a threat when it came to information security. It is really an inevitable result for the increasing proliferation of technology. Technology നമുക്ക് എത്ര കൂടി വന്നാലും അതിന്റെ ഒരു other side എന്ന് പറയുന്നത് definitely നമ്മളുടെ privacy compromise ചെയ്യുന്നതായിരിക്കും. Okay, it is sure that നമ്മൾക്ക് ഇത് കോംപ്രമൈസ് ചെയ്യുന്നത് ഒരു പരിധി വരെ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ്സോ അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഓൾ IT പ്രൊഫഷണൽസ്, സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി പ്രൊഫഷണൽ വർക്കിംഗ് ഓൺ എ ഡെയിലി ബേസിസ്. I would even say it as on every second, not only a daily basis. In every second നമ്മൾ ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. I call something called TMI. TMI is nothing, too much information. നമ്മൾ ഓരോ ദിവസവും നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിൽ ലൈക്ക് അടിക്കുമ്പോഴോ അല്ലെങ്കിൽ കണ്ടന്റ് ഷെയർ ചെയ്യുമ്പോഴോ കമന്റ്സ് എഴുതുമ്പോഴോ or something like some photographs or whatever, maybe you can see that നമ്മുടെ കൊച്ചുങ്ങളുടെ ബർത്ത്ഡേ, അതിന്റെ സെലിബ്രേഷന്റെ ഫോട്ടോസ്, അതിന്റെ ഡേറ്റ്, കാര്യങ്ങൾ എല്ലാം പുറത്തേക്ക് പോകുന്നു. ഇറ്റ്സ് ടു മച്ച് ഇൻഫർമേഷൻ ഇൻ എൻറ്റയർ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ഹ്യൂമനിന്റെ ഡേറ്റ കൺസീവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈക്ക് we will always call as let's take an example of government identity cards like Aadhaar card. Like in Aadhaar card, what is there? Like in Aadhaar card, your name is there, maybe your address is there, a lot of and only official things is there. But when you talk about social media, official things മാത്രമല്ല, നമ്മുടെ പേഴ്സണൽ തിങ്സ്, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കിഡ്സ്, നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയം, അല്ലെങ്കിൽ whatever the important dates, everything is shared in the social media. So ഇതിന്റെ ഒരു സർവേ, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ always data is the key. Which information do people share the most in social media? ഒരു അനലിറ്റിക്സ്, ഇത് ഫേസ്ബുക്ക് തന്നെ പുറത്തേക്ക് വിട്ട ഒരു അനലിറ്റിക്സ് ആണ്. ഓക്കെ, അതില് 60, you can see the screen, 63% of birthdays, കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ ഡീറ്റെയിൽസ്, ഫാമിലി മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ്, ആസ് ഐ ടോൾഡ് ഏർലിയർ, എവിടെയാണ് സ്ഥലം, ഹോം ടൗണിന്റെ ഡീറ്റെയിൽസ്, ഫേവറേറ്റ് TV ഷോസ്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിഷ്യൻ, മ്യൂസിക്, ബുക്സ്, what all books I read, vacation plans, and my pet names, other way around, what not, everything is shared on the social media, as I told. ഫേസ്ബുക്കിന്റെ ഒരു സർവേ അനുസരിച്ച് 50% സേ ദാറ്റ് നമ്മൾ എവറി ഡേ 50% ആൾക്കാർ പറയുന്നു ഞാൻ നിങ്ങളുടെ പ്രൈവസി സെറ്റിംഗ്സ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, ഈവൻ ഇൻ 2 or 3 months, every month, but nobody is bothered to change that. ഇത് ഫേസ്ബുക്ക് തന്നെ പുറത്തുവിട്ട ഒരു ഇൻഫോർമേഷൻ. What does this information do? Okay,
നമ്മൾ ഒരു ബാങ്കിന്റെ സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സൈറ്റിലോ അല്ലെങ്കിൽ ഒരു ലെറ്റ്സ് ടേക്ക് an example of matrimony site. When we give a username and password, when we create an account, okay, some security questions are asked. It will be always related to your personal things. Security question, the answers already നമ്മൾ ഫേസ്ബുക്കിലോ അതുപോലെയുള്ള സോഷ്യൽ മീഡിയാസിലോ ഷെയർ ചെയ്യുന്നുണ്ട്, which an attacker or the person who sits in front of the computer with a black hat can always use this security answers to crack your passwords. Next slide, a common mistakes. നമ്മൾ ഇതുവരെ സംസാരിക്കുന്ന ഫുള്ളും on an individual basis. I'm not talking about an organization. I'm completely talking about an individual. Information security for an individual. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ഹൗസസ്, പർട്ടിക്കുലർലി ദിസ് ടൈം കുട്ടികൾക്ക് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസിനോ ഒക്കെ വേണ്ടിയിട്ട് ഇന്റർനെറ്റ് കണക്ഷൻസ് എടുക്കും, ബ്രോഡ്ബാൻഡ് കണക്ഷൻസ് എടുക്കും. For example, if it can be Etisalat or whoever the vendor is, they will just come and fix it and go. They will give an random password. It can be your mobile number, common guessable password ആയിരിക്കും നിങ്ങളുടെ വൈഫൈ കീ. അതേപോലെ തന്നെ ഒരു റൗട്ടർ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ആ റൗട്ടറിന്റെ ഡീഫോൾട്ട് യൂസർ നെയിം പാസ്വേഡും മാറ്റാനായിട്ട് ആരും ബോദർ ചെയ്യാറില്ല, വിച്ച് ഈസ് എ ബിഗസ്റ്റ് വൾനറബിലിറ്റി. ഒരാൾക്ക് വന്ന് he can be a terrorist or something like that also. I know that there are people, when I was in Dubai, there are people who roam around to search for free Wi-Fis. It's exactly like that. That can happen in our state or country also. Avarku varam default password guess cheyam. It is very easy, and your phone number, it is very easy to get all the common guessable of a particular house or a particular person. Vadarum change cheyyariya. Another thing is using our normal, like we will have an email ID. We might have a Gmail ID for our bank statements, for our other income tax returns or something like that. For all government side, we might be using a Gmail ID. ആ ജിമെയിൽ ഐ ഡി തന്നെ വെച്ചിട്ട് നമുക്കിപ്പോൾ പല സൈറ്റുകളും ഓഫർ ചെയ്യുന്ന പോലെ, പല സോഷ്യൽ മീഡിയാസും ഓഫർ ചെയ്യുന്ന പോലെ, യു ക്യാൻ ലോഗിൻ വിത്ത് യുവർ ഗൂഗിൾ ഐ ഡി, ഫേസ്ബുക്ക് ഐ ഡി. നമ്മൾ പലപ്പോഴും ഈസിനെസ്സിന് വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട്. Recently, we know that it has got compromised with Zoom, whatever we are using, which has got rectified currently. അപ്പോൾ അതിൽ നിന്ന് ഡേറ്റ ചോർന്നു. ഇതെങ്ങനെയാണ് ഡേറ്റ ചോർന്നു പോകുന്നത്? ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് ഗൂഗിൾ മെയിൽ. നമ്മൾ നോർമലി സ്പീഡ് കൂടുതലാന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഗൂഗിൾ ക്രോം ബ്രൗസറാണ് യൂസ് ചെയ്യുക. There is an option to save all the passwords there. Also, you can go to settings and see what all passwords you have stored. Password saving in the browsers, it's the biggest vulnerability an individual has. Next thing I want to talk about, the casual browsing. Sometimes for time pass, we just browse sites. Which all sites we browse, we don't have any idea. നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോകും, ഒരു ലിങ്കിൽ നിന്ന് വേറെ ലിങ്കിലേക്ക്. We will do that. Might be some sites will be compromising with this saved password in the cache. Also, site has the capability to extract the cache information of your browser. ഒരു എക്സാമ്പിൾ അതിന് പറഞ്ഞു തരാം. Let's assume in such a way that we browse for some items or we search for some items in Amazon, Flipkart, etc. After some time, like what happens is we log into the Facebook. You will see the exact items ad on the right side of the Facebook screen. How they are getting this information? You are giving this information because your browser is saving that information, and that has been reused by the social media for remarketing. This information is very good on a marketing level. It is very good.
നമുക്ക് ഒരു റീതിങ്കിങ് ഉണ്ടാവും, അത് മേടിക്കണോ വേണ്ടേ എന്നുള്ളതിന് നമുക്ക് റീതിങ്ക് ഉണ്ടാവും. ബട്ട് some sites can also misuse this information. നിങ്ങൾ എന്ത് സാധനത്തിന് വേണ്ടിയിട്ടാണോ സെർച്ച് ചെയ്തിരുന്നത്, they will have the entire database of that. Emails, we recently, not recently, I would say whenever the email has been started, we used to get a lot of spam emails. Even though we use a lot of spam filters in different ways, we get spam filters, we get spam mails. Spam mails എന്തായിരിക്കും ഉണ്ടാവുക, പല ടൈമിലും ലാസ്റ്റ് ഇവിടെ വന്നിട്ടും ഞാൻ ഇതേവരെ ഇവിടെ വന്ന് ഫ്രഷായി ക്രിയേറ്റ് ചെയ്ത, ഇന്ത്യയിൽ വന്ന് ഫ്രഷായി ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ ഐ ഡിയിലും എനിക്ക് ഒരു ഇത് കിട്ടിയായിരുന്നു, ഇമെയിൽ കിട്ടിയായിരുന്നു, you have won this many dollars, click this site, blah 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 blah, things like that. So we normal persons, സാധാരണ ആൾക്കാർ ക്ലിക്ക് ചെയ്യും, പോവും, ഉള്ളിലേക്ക് പോവും, അവര് കുറെ ഡീറ്റെയിൽസ് ചോദിക്കും, അത് എൻട്രി ചെയ്ത് കൊടുക്കും. We all do this as a normal thing. Next thing is credit card data. നമ്മൾ എപ്പോഴെങ്കിലും ഓൺലൈൻ പർച്ചേസസ്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ പർച്ചേസസ് വളരെ കൂടുതലാണ്. നമ്മൾ ആക്ച്വലി we do a lot of online purchases. ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈസിനെസ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈസിനെസ്സിന് വേണ്ടി നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ അവിടെ സേവ് ചെയ്ത് വെക്കും. എപ്പോഴും ബ്രൗസറിൽ നമ്മൾ ചോദിക്കും ഡു യു വാണ്ട് ടു സേവ് ദിസ് ക്രെഡിറ്റ് കാർഡ് ഫോർ ഫ്യൂച്ചർ യൂസ്, നമ്മൾ സേവ് ചെയ്ത് വെക്കും. അത് സേവ് ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ബ്രൗസറിന്റെ ക്യാഷിന്റെ ഉള്ളിലാണ്. Even though they claim the lot of security is already enabled in the browser, this can be easily hacked. Another thing is cards, normal cards, PayPass cards. I don't know how many of my listeners now know about PayPass cards. നമ്മൾ പണ്ട് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആ മെഷീനിൽ സ്വൈപ്പ് ചെയ്യണം, അത് കഴിഞ്ഞ് അത് ചിപ്പായി, യു വിൽ ഇൻസേർട്ട് ദ കാർഡ് ആൻഡ് ടൈപ്പ് ദ പിൻ. നൗ ദേ ഹാവ് ഇൻട്രൊഡ്യൂസ്ഡ് അനദർ കാർഡ്, യു ഹാവ് ജസ്റ്റ് ടാപ്പ് ആൻഡ് ഗോ. സോ ഇവിടെ ഉള്ള ഒരു റിസ്ക് എന്ന് നമ്മൾ പറയുന്നത്, this information can be read with a RFID reader now, or it is called as near field communication. So NEC എന്ന് പറയുന്ന സാധനമുള്ള ഫോൺ വെച്ചിട്ട് അതിലൊരു പ്രോഗ്രാമർക്ക് നല്ല രീതിയിൽ എഴുതിയാൽ ഈ ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. There are videos available in YouTube, you can watch that. But ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ട് ഓൾറെഡി. There is a pouch available to protect this RFID. If you are not aware, if people are not aware of these things, they should disable this RFID thing from the bank. ഏറ്റവും കൂടുതൽ ഫ്രോഡ് ഇപ്പൊ നടക്കുന്നത് യുഎസിലൊക്കെ ഈ PayPass കാർഡിലാണ്. Next is types of data. We are moving a little bit to a business concept, from a personal concept to a business concept. Every business is a data business. Whatever you are selling, whatever people are selling, they are collecting better information to serve the customers. Each time നമ്മൾ എന്ത് പുതിയത് വാങ്ങുകയാണെങ്കിലും, ഓൺലൈനിൽ വാങ്ങുകയാണെങ്കിലും, or whatever, like you might have seen people in supermarkets who will be taking down your details. They are also collecting the data. നമുക്ക് ഇപ്പൊ ഈയിടെ ആയിട്ട് IT ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക്, മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും, പക്ഷെ അതല്ലാത്ത ആൾക്കാരും കേൾക്കുന്ന കുറെ അക്രോണിംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡേറ്റ മൈനിങ്, ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, ബിഗ് ഡേറ്റ, lot of acronyms. Everything is related to collecting and analyzing data of various types, which can be private or public. As said earlier, ഈ ഡേറ്റ എല്ലാം നമ്മൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ കോംപ്രമൈസ് ചെയ്യാണ്, or exploiting ആണ് people. I have, for an example, I have taken an new phone number when I came back to India. I've not given to anybody. I've got two numbers. I've got one private number which I give only for specific people. Even, I don't know, I am even getting on that number sales calls. How they are getting this data?
നമ്മൾ പലരും ഇത് ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിന്തിച്ചിട്ട് ഡോൺ കെയർ ആയിട്ട് വിടുന്ന കാര്യങ്ങളായിരിക്കാം. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് SMS, പ്രൊമോഷണൽ SMS വരാം. These all things are somewhere the data is utilized. എങ്ങനെയാണ് ഈ ഡേറ്റ നമ്മളുടെ മിസ്യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എല്ലാ ഡാറ്റയും ക്രൂഷ്യൽ ആണെന്ന് ഞാൻ പറയുന്നില്ല. There are data, like for example, നമ്മുടെ പാസ്വേഡ്സ് is crucial. Authentication details വളരെ ക്രൂഷ്യൽ ആണ്. നമ്മളുടെ വീട്ടില് ഫോർ എക്സാമ്പിൾ ഒരു വെണ്ടർ, ഒരു പ്രൊവൈഡർ തരുന്ന IP അഡ്രസ്, അത് ക്രൂഷ്യൽ ആണ്. ഫോൺ നമ്പേഴ്സ് ഇന്നത്തെ കാലത്ത് വളരെ ക്രൂഷ്യൽ ആണ്. ഇറ്റ് ഈസ് എ യുണീക് ID. ഇറ്റ് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് എ യുണീക് ID ഫോർ മോസ്റ്റ് ഓഫ് ദ തിങ്സ്. ഫോൺ നമ്പർ, physical address, definitely crucial. Credit cards, name of the people at home or relatives, all are highly valuable, crucial data. എന്താണ് ഈ ഡേറ്റ കൊണ്ട് യൂസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ദിസ് ഡേറ്റ, ഓർ വാട്ട് ഈസ് ദ മിസ്യൂസ് ഓഫ് ദിസ് ഡേറ്റ റദർ? ഈ ഇപ്പൊ നമ്മൾ പല കേസുകളും ന്യൂസിലും അതിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഫ്രോഡ് കോൾസ് ചെയ്തിട്ട് ഗാംബിൾ ചെയ്യുന്നത്, ചീറ്റ് ചെയ്യുന്നത്, റാൻസംവെയർ ചോദിക്കുന്നത്, മോളസ്റ്റിംഗ് കിഡ്സ്, ലേഡീസ് with this data. Definitely I told the credit card fraud. There are group of people selling your address as well as email address to advertisers. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരുന്നു. നമുക്ക് കിട്ടുന്ന പ്രൊമോഷണൽ കോൾസ് എല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതേപോലെ ഡേറ്റ അഡ്വർടൈസേഴ്സിന് സെൽ ചെയ്യുന്ന ഒരു ജോബ് തന്നെ. ഇഫ് യു ഗോ ടു ഫ്രീലാൻസ് സൈറ്റ് യു വിൽ സീ ഇറ്റ്. അതായത് ഐ ഡോണ്ട് റിമെമ്പർ ദ സൈറ്റ് നെയിം. സോ ആ സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഫ് യു ഗിവ് 10 email IDs or 100 email IDs or 1000 email IDs, just give the email IDs, valid email IDs, you will get this money. എന്തിനാണ് ഇവർക്ക് ഇമെയിൽ ID? As I said, this can be used for marketing, as also this can be used for ransom attacks. റാൻസം അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ അറ്റാക്ക് ചെയ്തിട്ട് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിക്കുന്നു. അതിനെയാണ് റാൻസം അറ്റാക്ക് എന്ന് പറയുന്നത്. ഒരു 2017 ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് എടുത്തു കഴിഞ്ഞാൽ റാൻസം അറ്റാക്ക് കാരണം the amount, approximate statistical amount is $5 billion. നെറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഡെഫിനറ്റ്ലി ഞാൻ നെറ്റിൽ നോക്കി പഠിച്ചതാണ്. ഈ എക്സ്ട്രോഷൻ ആൻഡ് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഡേറ്റ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള പൈസ ആയിരിക്കാം ഇത്. ഈ റാൻസം അറ്റാക്ക് എന്ന് ഞാൻ പറയുമ്പോൾ what are the stages of a ransom attack? നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വരുന്ന സ്റ്റേജിനെ നമ്മൾ റിക്കണൈസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫുട് പ്രിന്റിംഗ് എന്ന് പറയും. ഈ ഫുട് പ്രിന്റിംഗ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ഗ്യാദറിംഗ് ആണ്. ഒരു പർട്ടിക്കുലർ വ്യക്തി, ആ വ്യക്തിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും ഞാൻ ഗ്യാദർ ചെയ്യുന്നു. നേരത്തെ പറഞ്ഞത് ഇൻഡിവിജ്വൽസിന്റെ കാര്യമാണെങ്കിൽ ദാറ്റ് ഈസ് എ ത്രെറ്റ് ഫോർ ദ ബിസിനസ്. ഫോർ എക്സാമ്പിൾ, എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഐ എം വർക്കിംഗ് ഫോർ ചെമ്മണ്ണു. ഓക്കെ, എൻ്റെ പേഴ്സണൽ ഇൻഫോർമേഷൻ കിട്ടിയ ചെമ്മണ്ണൂരെ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞു. ഡെഫിനറ്റ്ലി മോസ്റ്റ് ഓഫ് അസ്, I would rather don't hesitate to say that 80% of us നമ്മുടെ പേഴ്സണൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും പാസ്വേഡ് ആയിട്ട് വെച്ചിട്ടുണ്ടാവുക. ഇതിനു മുമ്പ് ഒരു സെമിനാറിൽ ഞാൻ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സർവേ അവിടെ ലൈവ് നടത്തി. നമുക്കിപ്പോൾ അവിടെ നടത്താൻ പറ്റില്ല. അവിടെ അങ്ങനെ ലൈവ് നടത്തിയായിരുന്നു. ആ ലൈവ് നടത്തിയെന്ന് കിട്ടിയ ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര പേരുടെ ഇയർ ഓഫ് ബർത്ത് ആണ് അവരുടെ ATM പിൻ നമ്പർ? Won't believe, almost 70-75% out of 140 people were raised their hands. നമ്മൾ തന്നെയാണ് നമ്മളുടെ
ഡീറ്റെയിൽസ് പുറത്തേക്ക് കൊടുക്കുന്നത്. ഈ ഡാറ്റ വെച്ച് അവര് ബാക്കിയുള്ള സ്കാനിങ് നടത്തും. The attackers will do the scanning. Once you do the footprint, you get the data. With the data, you do the respective areas scanning. ആ സ്കാനിങ് വെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. അത് നമ്മുടെ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസ് ആവും കളക്ട് ചെയ്യുന്നത്. Like if I work for Chamanur, they will first go for website. If you ping the website, you will get the IP address. You might have hosted some applications along with the website, which is a subdomain. Like for example, നമുക്കിപ്പോൾ ചെമ്മണ്ണൂർ.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ താഴെ stores.chemanur.com എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം നമ്മളുടെ ഇ-കോമേഴ്സ് സെയിൽസിന് വേണ്ടിയിട്ട്. അത് സെയിം സബ് ഡൊമൈൻ ആയിരിക്കും, സെയിം IP റേഞ്ചിലാവും കിടക്കുന്നുണ്ടാവുക. ഇറ്റ് ക്യാൻ ബി സ്കാൻഡ് ആൻഡ് ഗെറ്റ് ദാറ്റ് ഓൾ ദി ഇൻഫർമേഷൻ. Next step is they will gain the access to our systems, maintain the access, clear the tracks. Maintaining ചെയ്യുന്ന സമയത്ത് അവർ അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയം കൊണ്ട് they will inject trojans or things like that, malwares, everything will be injected to the system, which will work on the back end. Once everything is done, they will clear the tracks. This is the complete stage of an attack. ഈ സ്റ്റേജിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് നമ്മൾ കരുതേണ്ടത്, even if I take if I eliminate the first one, rest all are technical. ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ആ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡേറ്റ കളക്ഷൻ തന്നെയാണ്. റാൻസംവെയർ അറ്റാക്കിന്റെ കാര്യം എടുക്കുമ്പോൾ ഇന്ത്യ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ്. Just a small survey report of 2018. 67% of Indian enterprise have been hit with ransomware attack. Different types of ransom, we can call it as there is in a future slide. I'll tell you the names. Different names it will be called, but end of the day it is happening the same thing. 230,000 ransomware attack submissions were discovered in 2019. Between April, first 6 months, if we take this financial year, first 6 months 230,000 ransomware attack ആണ് 2019 ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. There might be things which has never reported. 174 municipal institutions were targeted with more than 3,000 subnet organization. In comparison, 60% of the increase from 2018 was experienced in 2019. Kudi vere ullo definitely, because the usage of systems are also getting, the numbers is getting more on a daily basis. I would like to say some major attacks in India which has got a disaster, which was a disaster for India. The first one was Telangana and Andhra Pradesh power utilities hacked in May 2019. ഒരു malicious software ഹാക്ക് ചെയ്തിട്ട് ഒരു malicious software അവരുടെ സെർവർ സെഗ്മെന്റിലേക്ക് പമ്പ് ചെയ്തു. All servers went down for, I think it was 7 days if I'm not wrong. Unfortunately, even though on records it is two different entities or two different countries or two different regions, Telangana region and Andhra Pradesh region, it is like that there is split happened. Anengilum the servers was interconnected. Our servers interlinked the karna, it spread across and it got shut down for all the servers for almost 6 days if I'm not wrong. I read it. Then again the power area of Uttar Haryana Bijli Vitharan Nigam, UHBVN. Hackers gained the access to the servers and they stole the billing data of the users or the subscribers. Avരുടെ billing data extract ചെയ്തെടുത്തു. It was happened in May 2018. Existing servers ഉണ്ടായിരുന്ന data full encrypt ചെയ്ത് കളഞ്ഞു. Then the attackers claimed or asked for a ransom of $10 million. Again, same thing has happened in May 2020.
another ഇത് most of the IT വർക്ക് ചെയ്യുന്ന most of the ആൾക്കാരും കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും WannaCry എന്ന് പറഞ്ഞിട്ട്. This was also an ransomware virus. India was the third worst hit nation around the world. 2 lakh systems ആണ് അവർ ഹാക്ക് ചെയ്തത്. നമ്മുടെ ഏറ്റവും എഫക്റ്റ് ചെയ്ത സെക്ടർ എന്ന് പറയുന്നത് ബാങ്കിങ് ആയിരുന്നു. Also some few enterprises in Tamil Nadu and Gujarat. ഇന്ത്യക്ക് പുറത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ majorly affected the US healthcare. Also French car manufacturing company Renault. അടുത്തത് Mirai Bonnet malware attack in October 2016. ഇത് എഫക്ട് ചെയ്തിരുന്നത് മറ്റതൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻ എന്റർപ്രൈസസിനെയാണ് അത് എഫക്ട് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ എഫക്ട് ചെയ്തിരുന്നത് ഹോം റൗട്ടേഴ്സ് ആൻഡ് IoT ഡിവൈസസിലായിരുന്നു. This malware affected 2.5 million IoT devices, including a large number of systems in India. ഇതൊരു propagating malware was it was capable for exploitable unpatched vulnerabilities to access networks and systems. നമ്മൾ റെഗുലർ ആയിട്ട് പാച്ച് അപ്ഡേറ്റ് ചെയ്യാത്തതും അതിന്റെ ഫേംവെയർസ് അപ്ഡേറ്റ് ചെയ്യാത്തതുമായ IoT ഡിവൈസസിന്റെ vulnerable points കൂടെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് this was affecting the അതിന്റെ ഒരു വർക്കിംഗ് മെത്തഡോളജി. Next one is Petya, October 2017. India, one of the 10 countries halted. ഇതിന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റാക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തത് നമ്മുടെ മുംബൈയിലുള്ള ജവഹർലാൽ നെഹ്റു പോർട്ട് ട്രസ്റ്റ് മുംബൈ, ആ പോർട്ടിലെ സീ പോർട്ടായിരുന്നു. ഇതില് കോൺസിക്വൻസ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ almost 16 days they have to I wouldn't say that shut down. There was no transaction, there was no export activity happened in the port, which all the perishable goods have been damaged, and there was a huge loss for the country. The biggest giant, BSNL network ISP provider, avarkum malware attack undayi July 2017, which was impacting first impact was 2000 broadband modems, which spread across 60,000 modems, became dysfunctional after this malware attack hit in the telecom circle. Again, a little bit of statistics. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത് ഇതിന്റെ ഇമ്പാക്ട് എന്താണ്, നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒരു ഹെൽപ്ഫുൾ അതിന്റെ ഒരു തിങ്കിങ്, ഇതിന് ഇൻഫോർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടുതൽ പറയുന്നത്. കാരണം ഇത് നമ്മൾ പലപ്പോഴും ന്യൂസ് പേപ്പറിലോ ന്യൂസുകളിലോ കേട്ടിട്ട് വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. When you get it collective, then only you will understand the impact of these attacks. Since 2013, there are approximately 38,09,448 records stolen from breaches every day. അത് hourly basis-ൽ 1,58,000, minute basis-ൽ 2,645, second basis എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 44 records. So what will be there in recent statistics? It's almost double. 74 lakhs records have been stolen. The survey 2018, not published yet, but I got the information. 3,09,600 per hour. 86 records have been stolen every second. ഇതിന്ന് നമ്മള് ഇനീഷ്യൽ നെറ്റ്വർക്കിംഗ് സ്പീഡും ഇനീഷ്യൽ നമ്മുടെ വീട്ടിൽ ഇന്റർനെറ്റ് കിട്ടിയിരുന്ന സ്പീഡും ഇപ്പൊ കിട്ടിയിരുന്ന ഇന്റർനെറ്റ് സ്പീഡൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. നമ്മള് ബീറ്റ്സ് പെർ സെക്കൻഡും അല്ലെങ്കിൽ ഗിഗാബൈറ്റും ഒക്കെ വന്നപ്പോൾ ആ വ്യത്യാസം ഈ റെക്കോർഡ് ബ്രീച്ചിലും ഉണ്ടായി എന്നുള്ളത് ഈ ഒറ്റ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. 9 സൈബർ സെക്യൂരിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് എ ഗ്ലാൻസ്. ഇത് ഷെയർ ചെയ്യാൻ ഒരു കാരണം, നമ്മൾ ഇപ്പൊ എൻ്റെ ഈ പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൂട്ടായ്മയുടെ ഈ ആദ്യത്തെ പ്രസന്റേഷൻ കേട്ടിരിക്കുന്നവര്
എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓൾമോസ്റ്റ് എക്സ്പീരിയൻസ്ഡ്. നമുക്കിതൊക്കെ അറിയാം. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ഇതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടത്. 94% of malware is delivered via email. Phishing attacks account for more than 80% of reported security incidents. $17,700 is lost every minute due to phishing attacks. 60% of breaches involved vulnerabilities for which patch was available but not applied. 63% of companies said that data was potentially compromised with the last 12 months due to a hardware or a silicon level security breach. Hardware and security breach കൊണ്ട് 63% companies in the data loss ആയി. So there is a lifetime for each and every hardware. Let me give you a glimpse of an example. Like when I was working with Siemens, they have got a definite policy, definite written policy. Any hardware which is older than 3 years will not be used for critical process or critical storage or critical activities. Every 3 നമ്മൾ 3 അതിന്റെ ഒരു ഡിപ്രീസിയേഷൻ ടൈം തന്നെ 3 years ആയിരുന്നു. Every 3 years അത് മാറ്റി വേറെ മേടിക്കും. Because the technology is upgrading much faster than that, but the investment, at least you should be able to cope up for 3 years. Attacks on IoT devices tripled in the first half of 2019. Definitely IoT devices also tripled. അപ്പോൾ attacks automatically increase ആയിട്ടുണ്ടാവും. നമുക്ക് recently, just taking an example, മോഹൻലാലിന്റെ അമിതാഭ് ബച്ചന്റെ ഒക്കെ ad കാണാം. You can switch on your AC from your mobile, which is an IoT device used there. Fileless attacks grew by 256% over the first half of 2019. നമ്മൾ ഫയൽലെസ് അറ്റാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അറ്റാക്കിൽ നമ്മൾ ഒരു ആക്സസ് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അറ്റാക്കർ വിൽ സെൻഡ് ദ മാൽവെയർ ടു ദ ഡിവൈസ്. ആ ഡിവൈസിൽ അത് ഇരുന്നു കൊണ്ട് ആ സിസ്റ്റം ഓണായി ഇരിക്കുന്ന അതേ സമയത്ത് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടാണ് അറ്റാക്സ് ചെയ്യുന്നത്. ബട്ട് ഫയൽലെസ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ തുറന്നു കൊടുത്തിട്ടുള്ള നമ്മളുടെ സ്ഥാപനത്തിന്റെ എന്താ പറയാ പോർട്സോ അല്ലെങ്കിൽ വാതിലുകളിലൂടെയോ കയറി വരുന്ന അറ്റാക്സ്. ദർ ഇസ് നോ ഫയൽ needs to implement, or എനിക്കൊരു ഇമെയിലോ ഒരു മാൽവെയർ ഫയലോ ഒരു യൂസറിനെ കണ്ടുപിടിച്ച് അയക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് the site itself or the application itself is opened and available in the internet. Data breaches cost enterprises an average of 3.92 million. Data breach കൊണ്ട് നമ്മുടെ നഷ്ടമാണ് സ്പെസിഫൈ ചെയ്യുന്നത്. 40% of IT leaders say cybersecurity jobs are the most difficult to fill. എക്സ്പ്ലനേഷൻ ആവശ്യമില്ല അത്. കാരണം എക്സ്പെർട്ടീസ് കിട്ടാൻ പാടുള്ള ഒരു മേഖലയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടുതൽ ആൾക്കാർ കയറി വരുന്നില്ല എന്ന് പറഞ്ഞു. ഈവൻ ദോ there are a lot of opportunities, courses, everything is available. An example of an fraud which happened in last 2020 March. നമ്മൾ മാർച്ചില് നമ്മൾ എല്ലാവരും ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഇത് ICICI ബാങ്കിന്റെ വെബ്സൈറ്റ് പോലെ തന്നെ ഫേക്ക് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങളുടെ ICICI ബാങ്കിന്റെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഉള്ളിലുണ്ട്. നിങ്ങൾക്കത് ജസ്റ്റ് എനേബിൾ ചെയ്യാം എന്നായിരുന്നു ഇതിന്റെ പരസ്യവും കാര്യങ്ങളും ഒക്കെ താഴത്ത് നോട്ട്സും അങ്ങനെയായിരുന്നു എഴുതിയിരുന്നത് അതിന്റെ. അപ്പോൾ there are some people who has done that. Their username and passwords are compromised.
Same, sorry, same for HDFC Bank website also. They have got a fake website which exactly look like HDFC Bank. Same got Axis Bank. ഇത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. Next is cyber security versus information security. നമ്മൾ ഇത് രണ്ടും രണ്ടായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പോർഷനെയാണ് നമ്മൾ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പൊ സൈബർ സെക്യൂരിറ്റിയുടെ ബ്രീച്ചിലൂടെ കോംപ്രമൈസ് ആവുന്നതാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അതിന് ഒരു മേഖലയില്ല. എനിത്തിങ് ക്യാൻ ബി an information security breach. An example of this, an easy example of this is several times ഓഫീസസിലുള്ള ഫോട്ടോഗ്രാഫ്സ്, several times നമ്മൾ ഓഫീസസിലുള്ള ഫോട്ടോകോപ്പിയർ മെഷീൻ യൂസ് ചെയ്തിട്ട് പല കോൺഫിഡൻഷ്യൽ ഡോക്യുമെന്റും ഫോട്ടോകോപ്പി എടുക്കാറുണ്ട്. Also, most of the companies nowadays have got multifunctional printers where they can take photocopy, printing, like that. So, നമ്മളുടെ ഓഫീസിൽ തന്നെ ഒരുപാട് ആൾക്കാരെ കാണാം വെറുതെ പ്രിന്റ് ഔട്ട് അടിച്ചിടും. They forgot to take afterwards. അതിൽ വരുന്ന അതൊരു വെണ്ടർക്ക് കൊടുത്ത ഒരു PO ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ ആയിരിക്കാം. ഇറ്റ് ഈസ് എ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ വിച്ച് ഈസ് എ ബ്രീച്ച് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. അവിടെ സൈബർ സെക്യൂരിറ്റിയുടെ വാല്യൂ അല്ല, അവിടെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ വാല്യൂ ആണ്. സൈബർ സെക്യൂരിറ്റിയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അറ്റാക്ക് ഓർ ദ ബ്രീച്ച് അഗെയിൻസ്റ്റ് ദ സൈബർ പാർട്ട് ഓഫ് ഇറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്വിച്ചസ്, ഫയർവാൾസ്, നെറ്റ്വർക്സ്, the entire architecture, we can call it like that. There are a lot of differentiation. I am not going in detail in that because I think time is running out. What are the elements of cyber security? Elements of cyber security എന്താണ്? നമ്മളിപ്പോൾ നേരത്തെ ആ ഡിഫറൻസിയേഷൻ കണ്ടപ്പോൾ തന്നെ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു എലമെന്റ് ആണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി. മറ്റൊരു എലമെന്റ് ആണ് അപ്ലിക്കേഷൻ. മറ്റൊരു എലമെന്റ് യൂസർ ഇറ്റ് സെൽഫ്. അനദർ എലമെന്റ് ഈസ് ഡിസാസ്റ്റർ. ഇതൊക്കെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ we need to come back. The organization has to run. Organization has to continue its process. ആ പോർഷൻ ആണ് ഡിസാസ്റ്റർ. അഗൈൻ നെറ്റ്വർക്ക്. ഇത് എല്ലാം ഈ ഐറ്റംസ് എല്ലാം സൈബർ സെക്യൂരിറ്റിയുടെ എലമെന്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. വാട്ട് ഈസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി? ഇൻഫർമേഷൻ സെക്യൂരിറ്റിയുടെ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ്സ് ക്രിട്ടിക്കൽ എലമെന്റ്സ് ഇൻക്ലൂഡിംഗ് സിസ്റ്റംസ്, ഹാർഡ്വെയർ ആൻഡ് ദ യൂസ്, സ്റ്റോർ ആൻഡ് ട്രാൻസ്മിറ്റ് ദാറ്റ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും അതിന് ക്രിട്ടിക്കൽ എലമെന്റ്സ് ആയിട്ടുള്ള ഡേറ്റ, ക്രിട്ടിക്കൽ ഡേറ്റ എന്തിലൂടെയൊക്കെ കടന്നു പോകുന്നു, അതിന്റെ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി യൂസ് ചെയ്യുന്നത്. നെസസറി ടൂൾസ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പോളിസി ഉണ്ടായിരിക്കണം, അവയർനെസ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിരിക്കണം, എഡ്യൂക്കേഷൻ വേണം, upgraded technology. Every time if you have to upgrade your technology. There is a CIA triangle which comes under information security. CIA is nothing but confidentiality, integrity and availability. The CIA triangle can be expanded. അതിന്റെ ഒരു ലിസ്റ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് നോക്കാം. ക്രിട്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് ടൈംലിനെസ്. നമുക്ക് ഒരു ടൈമില് ഫോർ എക്സാമ്പിൾ പലപ്പോഴും നമ്മുടെ ഗവൺമെന്റ് ടെൻഡേഴ്സ് അതൊരു ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ അതൊരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ടെൻഡറിന് പിന്നെ ഒരു വാലിഡിറ്റി ഇല്ല. അവൈലബിലിറ്റി, നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള ഫോർമാറ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിനും ഒരു വാലിഡിറ്റി ഇല്ല. അതും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ ആണ്. ആക്യുറസി, ദ ഇൻഫർമേഷൻ ഹാസ് ടു ബി ആക്യുറേറ്റ്. ഒതന്റിസിറ്റി, ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ജെനുവിൻ. ഒരു മെയില് സെൻഡർ ഒരാൾ ഒരു മെയിൽ അയച്ചു, ആ മെയില് ഒതന്റിക് ആണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യും. അപ്പൊ ആ ഒതന്റിക് ആണെങ്കിൽ മാത്രമാണ് ആ ഇൻഫർമേഷൻ ഒരു വാല്യൂ ഉള്ളൂ. അപ്പോൾ ആ ഒതന്റിസിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. കോൺഫിഡൻഷ്യാലിറ്റി, ഡെഫിനറ്റ്ലി അത് കോൺഫിഡൻഷ്യൽ ആണോ അല്ലയോ, എത്ര ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും, എക്സ്പോസ് ടു ദ വേൾഡ് ആണോ, ദാറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക്സ്.
integrity of the information, utility of the information, possession of the information. Components of information security. Information security യുടെ ഉള്ളിൽ നമ്മൾ നേരത്തെ സൈബർ സെക്യൂരിറ്റിയുടെ എലമെന്റ്സ് കണ്ടു. നമ്മൾ ഇനി കോമ്പണൻസ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി, അതിന്റെ ഉള്ളിൽ സെൻട്രലൈസ് ആയി വരുന്നത് ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി തന്നെയാണ്. ഒരു ഓർഗനൈസേഷന് നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഭവമാണ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. സറൗണ്ടഡ് വിത്ത് നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റിയുടെ ഈ പോളിസിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, സിസ്റ്റംസ് ആൻഡ് ഡേറ്റ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, മാനേജ്മെന്റ് ഓഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ദ പോളിസി? നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു പബ്ലിസൈസ് ചെയ്യുമ്പോൾ, അതാണ് ഒരു ഇൻഫർമേഷൻ സെക്യൂരിറ്റി പോളിസി. ഇൻഫോർമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർമേഷനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഈസ് എൻ ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് സെക്യൂറിങ് യുവർ ഓർഗനൈസേഷൻ. ഏത് ഇൻഫോർമേഷൻ എവിടെ ആർക്ക് എപ്പോ പോകണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു ഇൻഫോർമേഷൻ, ഫോർ എക്സാമ്പിൾ നമ്മുടെ വെബ്സൈറ്റ്, ഇപ്പോൾ XYZ എന്ന് പറയുന്ന കമ്പനിയുടെ വെബ്സൈറ്റ് ഹാസ് ടു ബി പബ്ലിക്. കമ്പനി എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണം. ദാറ്റ് ഇൻഫോർമേഷൻ ഹാസ് ടു ഗോ പബ്ലിക്. എംപ്ലോയിക്ക് എല്ലാവർക്കും 10% സാലറി ഇൻക്രിമെന്റ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ്, ഒരു സ്പെഷ്യൽ ഇൻസെന്റീവ് കൊടുക്കുകയാണ്. ഇറ്റ് ഷുഡ് നോട്ട് ഗോ പബ്ലിക്. ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇൻഫോർമേഷൻ. ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞത് ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷൻ, നമ്മൾ ഒരു പ്രോജക്റ്റിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഹ്യൂജ് പ്രോജക്ട് വിച്ച് ഇസ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. ഇഫ് വി ഗെറ്റ് ഇറ്റ് വിൽ ബി ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ ദ കമ്പനി. ആ ഇൻഫോർമേഷൻ വളരെ കോൺഫിഡൻഷ്യൽ ആണ്. നമ്മളുടെ കമ്പനിയുടെ ഷെയർസ്, ഫോർ എക്സാമ്പിൾ, അത് വിൽക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യാൻ പോകുന്നു, അത് റെസ്ട്രിക്റ്റഡ് പീപ്പിളിൽ മാത്രം അറിയേണ്ട കാര്യങ്ങളാണ്. അതേപോലെ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള പല ഇൻഫോർമേഷൻ ഉണ്ടാവും. ഒരു എക്സാമ്പിളിന് പറഞ്ഞു മാത്രം. സെയിം ലൈക്ക് ഇഫ് വി ആർ ഗോയിങ് ടു സെൽ ദ കമ്പനി, അത് ഈവൻ ഇന്റേണലി പോലും അറിയേണ്ട കാര്യമില്ല. ഓൺലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദേ വിൽ ടേക്ക് ദ ഡിസിഷൻ ആൻഡ് ഡു ഇറ്റ്. സോ ദാറ്റ് ഈസ് എ ടോപ്പ് സീക്രട്ട് ഓർ എ റെഗുലേറ്ററി ഇൻഫോർമേഷൻ. സോ ദീസ് വേസ് ഇൻഫോർമേഷൻ ഹാസ് ടു ബി കാറ്റഗറൈസ്ഡ്. നമ്മൾ ഇൻഫോർമേഷൻ സെക്യൂരിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാം കയറി സെക്യൂർഡ് ആക്കി കഴിഞ്ഞാൽ then people will not be able to work. നമ്മൾ ഡേറ്റ ബ്രീച്ചിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു. ആർക്കും ഒന്നിലേക്കും ആക്സസ് ഇല്ല എന്നുണ്ടെങ്കിൽ people cannot work. So there is a balancing between information security and access. വളരെ സിമ്പിൾ ലൈൻസിൽ പറഞ്ഞാൽ, those who need to know, they have to know. Those who need to access, they have to access. ഈ 4 ലൈൻസ് സിമ്പിൾ ലൈനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നേരത്തെ നമ്മൾ എലമെന്റ്സ് ഓഫ് സൈബർ സെക്യൂരിറ്റി പറഞ്ഞതിൽ നെക്സ്റ്റ് പോയിന്റ് ഈസ്, അതിലൊരു പോയിന്റ് ആണ് അപ്ലിക്കേഷൻ സെക്യൂരിറ്റി. നമ്മളുടെ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് അപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം? വി വിൽ ഹാവ് ആൻ മൊബൈൽ ആപ്ലിക്കേഷൻ, വി വിൽ ഹാവ് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ, വി വിൽ ഹാവ് ഡാറ്റാബേസസ്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വെബ് ആപ്ലിക്കേഷൻ്റെതായ സെക്യൂരിറ്റീസ്, ഫോർ എക്സാമ്പിൾ ദ മിനിമൽ ബേസിക്, ഇഫ് ഇറ്റ് ഈസ് പബ്ലിക്, ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് എ ബാങ്കിങ് സൈറ്റ്, ഇഫ് ഇറ്റ് ഈസ് എ ഫിൻടെക് സൈറ്റ്, it has to be it should work on an HTTPS. ഒരു authorized SSL സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ അത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ there is certain norms for that. നമ്മളുടെ ഫേക്ക് ബാങ്ക് സൈറ്റ്സിന്റെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന hdfcbank.com എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന URLന്റെ മുന്നിൽ കാണുന്ന ഒരു ലോക്ക് സിമ്പിൾ. അത് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് ഫേക്ക് ആണ്. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. ദ ഡൊമൈൻ ഈസ് നോട്ട് ഒതന്റിക്കേറ്റഡ്, ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് വെരിഫൈഡ് ഓർ ഒതന്റിക്കേറ്റഡ്. അപ്പൊ അതേപോലെ ഇതല്ലാതെ ഒരു എക്സാമ്പിൾ വെബ് ആപ്ലിക്കേഷൻ സെക്യൂരിറ്റിയുടെ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പറയാം. അതേപോലെ മൊബൈൽ ആപ്ലിക്കേഷൻ, ഹു ഹാസ് ഗോട്ട് ആക്സസ് ടു ദാറ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ അവർ എന്റർപ്രൈസ്, which has access to our enterprise. ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യുന്നത് നമ്മുടെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ ആണ്. ആർക്കൊക്കെ അത് ആക്സസ് ചെയ്യുന്നുണ്ട്? ഡു യു ഹാവ് ആൻ മൊബൈൽ ഡിവൈസ് മാനേജർ implemented in your organization? If you are implementing a mobile application for the entire organization, do you have a mobile device management? അതിൽ വേറെ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, വേറെ എന്തൊക്കെ, there should be a policy for that.
ഡേറ്റാബേസ് സെക്യൂരിറ്റി പല ഓർഗനൈസേഷനിലും ഇൻക്ലൂഡിങ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷനിലും നമുക്ക് ഈ ഡേറ്റാബേസിൽ പലപ്പോഴും കാണാം ഡിഫോൾട്ട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യും ഫോർ ദ ഈസിനെസ് ഓഫ് ദ പ്രോഗ്രാം. If it is an internal developed application, it compromises a lot. കാരണം all the CEOs or the top executives want their applications to be developed and delivered yesterday. It is always like that. നമ്മൾ മിക്ക ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇനഫ് ആയിട്ടുള്ള ടൈം കിട്ടൂല. നമുക്ക് എന്താ പറയാ, നമ്മളുടെ ബോസോ അല്ലെങ്കിൽ whoever is needed of that application, they want it yesterday, not today. അപ്പോൾ ഓൾറെഡി ഡീഫോൾട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല, ആൾ അപ്ലിക്കേഷൻസിന്റെ ഫംഗ്ഷനാലിറ്റി മാത്രം നോക്കി പോകും. അപ്ലിക്കേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെബ് ബേസ്ഡ് അപ്ലിക്കേഷൻ ആണെങ്കിൽ വി യൂസ് പോർട്സ്, വി മേ യൂസ് കസ്റ്റം പോർട്സ്, വി മേ യൂസ് ദ ഡീഫോൾട്ട് പോർട്സ്. ഒതന്റിക്കേഷൻ സിസ്റ്റം, ഒതന്റിക്കേഷൻ പ്രോപ്പർ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എക്സാക്ട്ലി ഓതറൈസേഷൻ, ഒതന്റിക്കേഷൻ കഴിഞ്ഞിട്ട് വരുന്ന സാധനമാണ് ഓതറൈസേഷൻ. Many of people will have a confusion what is authentication and authorization. Authentication is authenticating to an application and authorization is a limitation or a role management inside the application. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മൊഡ്യൂൾസിൽ ആർക്കൊക്കെ ആക്സസ് കൊടുക്കണം, റീഡ് റൈറ്റ് പെർമിഷൻ വേണോ അതോ വേണ്ടേ, ഓൺലി റീഡ് പെർമിഷൻ വേണം, ആ ലെവലിലാണ് ഓതറൈസേഷൻ വരുന്നത്. യൂസേഴ്സിനെ നമ്മൾ ഡേറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ യൂസേഴ്സിനെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ passwords in the database has to be encrypted. Otherwise, if you get an SQL injection, you can extract the password and username of that users complete from the server. എല്ലാ ക്രിട്ടിക്കൽ പാസ്വേഡ്സ് മാത്രമല്ല, ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഓഫ്, ഫോർ എക്സാമ്പിൾ നമുക്ക് GDPR വരുന്നുണ്ട്. GDPR വരുമ്പോൾ ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ, ആധാർ നമ്പർ ഈസ് എ ക്രിട്ടിക്കൽ ഫാക്ടർ. ആ ഇൻഫോർമേഷൻ ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്ത് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. ദോസ് ഹു ഹാവ് എ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ വിൽ ഹാവ് ആക്സസ് ടു ദിസ് ഇൻഫോർമേഷൻ. ഹി ഈസ് വൾനറബിൾ, വി ഡോണ്ട് നോ. അത് തുറന്നു നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഇയാളുടെ ഡേറ്റ ഒക്കെ എടുത്തിട്ട് പോവാം. സോ the programmer has to ensure that it is saving in an encrypted format. Logging, an application main security ആണ്. നമുക്കൊരു application breach ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു security breach ഉണ്ടായി കഴിഞ്ഞാൽ, to identify where the breach has happened, how it has happened, what was compromised, അതിന് logging methodology വളരെ നിർബന്ധമാണ്. I'll just give you an example. ഞാൻ മൊബൈൽ സെക്യൂരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇത് ഉണ്ടായ ഒരു സംഭവമാണ്. എന്റെ എക്സാമ്പിൾസ് ഒക്കെ ലൈവ് എക്സാമ്പിൾസ് ആണ്. You know, like whenever we transfer some amount online, we used to get an OTP. There was an issue with SBI online banking where people can easily change that OTP functionality flag to yes or no. OTP send ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഒരു ഹാക്കർക്ക് തീരുമാനിക്കാമായിരുന്നു. I think it was an Indian who, it was a Keralite who identified that and he was awarded for that. നമ്മൾ ജസ്റ്റ് ബ്രൗസറിൽ പോയിട്ട് അതിന്റെ സോഴ്സ് എടുത്തിട്ട് ഫ്ലാഗ് നോ ആക്കി ട്രാൻസാക്ഷൻ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ OTP ഇല്ലാതെ ട്രാൻസ്ഫർ നടന്നിരുന്നു. സോ ഹാക്കിംഗ് യൂസർ നെയിമും പാസ്വേഡും കിട്ടാൻ വേണ്ടിയിട്ട് earlier methodology they can use, for example the refund of tax പോലെയുള്ള ഫേക്ക് വെബ്സൈറ്റ് യൂസ് ചെയ്യാം. A user will go and log in, all the details are collected by the hacker, he will come and he will log into the actual site, OTP is disabled, then the money is transferred. ഇത് നടന്ന സംഭവമാണ്. അത് സോൾവ് ചെയ്തു. ഡേറ്റാബേസ് വൾണറബിലിറ്റീസ്, ഈ ഡേറ്റാബേസിലേക്ക്, ഇപ്പൊ ഈ ഡേറ്റാബേസ് ഇതൊരു ഡേറ്റാബേസ് ആണ്, ഇതൊരു ലോഗിൻ ഡേറ്റാബേസ് ഓഫ് ആൻ ലൈവ് സിസ്റ്റം. ഒരു ലൈവ് സിസ്റ്റത്തിന്റെ, അതും പബ്ലിക്കലി ലൈവ് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഡേറ്റാബേസ് ആണ്. ആ ഡേറ്റാബേസ് റിയൽ ആയിട്ട് ഞാൻ കോപ്പി ചെയ്തെടുത്തതാണ്. അതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം അതിന്റെ യൂസർ നെയിമും പാസ്വേഡ് എൻക്രിപ്റ്റഡ് അല്ല, ആർക്ക് വേണമെങ്കിൽ വായിക്കാം. എ ഹ്യൂമൻ ക്യാൻ ഈസിലി റീഡ് ഇറ്റ്. Those who has got access to this database can take entire thing. നമ്മളുടെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്ന പ്ലേസിൽ, this is also a live example from one of the website. ആ വെബ്സൈറ്റിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ വെബ്സൈറ്റിന്റെ കൺട്രോൾ പാനലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ, you can see there are the default base folder is writable to everyone. Networking security വന്നു കഴിഞ്ഞാൽ, the networking security fundamentals, we will see physical security, അതൊരു ഫണ്ടമെന്റൽ കാര്യമാണ്. നമുക്ക് ഫയർവാൾ, സ്വിച്ചസ്, മാനേജർ സ്വിച്ചസ്, അതുപോലെയുള്ള സാധനങ്ങൾ.
ആക്സസ് കൺട്രോൾ വേണം. നമ്മളുടെ സെർവർ റൂം ആയാലും മറ്റുള്ള ഇതിലായിരിക്കും കറക്റ്റ് ആക്സസ് കൺട്രോൾ. ദെൻ ഒതന്റിക്കേഷൻ, accountability, ആരാണത് ഹാൻഡിൽ ചെയ്യണേ, 1 or 2 persons, everybody in the organization need not access to have servers. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. What is the elements of network security? As I said, network access control ഉണ്ടായിരിക്കണം. അത് ആർക്കൊക്കെ ഏതൊക്കെ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ചെയ്യാം, ഏതൊക്കെ സ്വിച്ചസിലേക്ക് ആക്സസ് ചെയ്യാം, ഫയർവാളിൽ എന്തൊക്കെ സെക്യൂരിറ്റി ചെയ്യാം, IPS ത്രെഡ്സിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി എനേബിൾഡ് ആണോ, അതിൽ ലോഗിങ് എനേബിൾഡ് ആണോ, സെക്യൂരിറ്റി ഇൻഫർമേഷൻ ആൻഡ് ഇവന്റ് മാനേജ്മെന്റ്, അതിലുണ്ടാവുന്ന ഇവന്റ്സ് ലോഗ് ചെയ്യുന്നുണ്ടോ, ലോഗ്സ് എനേബിൾഡ് ആണോ, ഈ ഉള്ള ഒരു നെറ്റ്വർക്ക് ബേസിക് ഫംഗ്ഷനാലിറ്റി. ഇതിൽ ഞാൻ സംസാരിക്കുന്നത് ഫുള്ള് ബേസിക്, നമ്മളിതൊരു ടെക്നിക്കൽ വെബിനാർ അല്ലാത്തത് കൊണ്ട് ഇത് നമ്മളൊരു ബേസിക് എലമെന്റ്സ് മാത്രമാണ് അതിൽ സംസാരിച്ച് പോകുന്നത്. I have done for this session, I have done myself and scan, network scan in and around, I would say, നമ്മുടെ ഇരിക്കുന്ന പ്ലേസിൽ in and around in Kerala or whatever, I don't want to explain that. ആ സ്കാനിൽ നിന്നും കിട്ടി വളരെ ഫെമിലിയർ ആയ ഓർഗനൈസേഷനിൽ ഓപ്പൺ ചെയ്ത് കിടക്കുന്ന പോർട്സ് ആണ്. I've done my CEH, doesn't mean that I am a hacker, I'm a certified ethical hacker, but I have done my course, or the syllabus was an old syllabus. ഞാൻ 2005-ലാണ് ചെയ്തിട്ടുള്ളത്. അതിന് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അപ്ഡേറ്റഡും അല്ല. പക്ഷെ എൻ്റെ അന്നത്തെ നോളേജ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എനിക്കും നിങ്ങൾക്കും പലർക്കും അറിയാവുന്ന പല ഓർഗനൈസേഷൻ്റെയും ഒരു എന്താ പറയാ, ഒരു സമ്മറിയാണ്. ഇത് ഒരൊറ്റ ഓർഗനൈസേഷൻ്റെ അല്ല, പല ഓർഗനൈസേഷൻ്റെ കൂടി ഒരു സമ്മറിയാണ്. ഇതിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. FTP പോർട്ട്, ആ ഓർഗനൈസേഷന്റെ FTP പോർട്ട് അൺഫിൽറ്റേഡ് ആണ്, ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്, ആർക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് കയറാം. HTTPS ഓൾറെഡി ഓപ്പൺ ആണ്. അപ്പൊ HTTPS ഓപ്പൺ ആയി കിടക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൺട്രോൾ പാനലിൽ ആ ഫോൾഡറിലേക്ക് റൈറ്റ് ആക്സസ് ഉണ്ട്. സോ എനിബഡി ക്യാൻ റൈറ്റ് ഇൻഫർമേഷൻ ഇൻസൈഡ് ദാറ്റ്. 179 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു BGPക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതും ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ്. HTTPS also open. So as I told, if they have got write permission on the folder, everyone has got write permission on the folder, they can write anything. RDP open ആണ്. 3389 ആ സെർവറിന്റെ പേരും കൊടുത്തിട്ടുണ്ട്, എന്തിന്റെ സെർവർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1443 is a default port for Microsoft SQL server, അതും ഓപ്പൺ ആണ്. ഈസി ആയിട്ട് ഒരു ചെറിയൊരു നോളജ് പേഴ്സൺ അറിയാൻ പറ്റും അവിടെ മൈക്രോസോഫ്റ്റ് SQL സെർവർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ SQL സെർവറിന്റെ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അയാൾക്ക് ഈ IP ഉണ്ട്, IP ഉള്ളത് കൊണ്ടാണ് ഈ പോർട്ട് ഓപ്പൺ ആണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ വൾനറബിലിറ്റീസ് കണ്ടുപിടിക്കുക, എന്താണ് അതിന്റെ ഇഷ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ പാച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ഏത് വെർഷനാണ് യൂസ് ചെയ്യുന്നത്, അവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് SQL സെർവർ കോംപ്രമൈസ് ആവും. ഇത് പല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരും വിട്ടുപോകുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ, ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു യൂസർ കംപ്ലയൻസിന്റെ സ്ലൈഡിൽ വരുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോ ഈ കോവിഡ് പാൻഡമിക്കിന്റെ ഭാഗമായിട്ട് വർക്ക് അറ്റ് ഹോം ഇഷ്ടംപോലെ ആൾക്കാരും ഇഷ്ടംപോലെ കമ്പനീസും ചെയ്യുന്ന കാര്യങ്ങളാണ്. റിമോട്ട് ആക്സസ് കൊടുത്ത് അവർക്ക് ഈസി ആയിട്ട് വീട്ടിലിരുന്ന് വർക്കുകൾ ചെയ്യാം. അപ്പോൾ വീട്ടിലുള്ള ഇന്റർനെറ്റ് കൂടെ VPN വഴിയായാലും എന്ത് വഴിയായാലും കണക്ട് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ സെർവറിലേക്ക് വരുന്നു, സെർവറിന്റെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് കംപ്ലൈന്റ് ആണോ യൂസർ എന്നുള്ളത് നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല ഈ സമയത്ത്. നോർമലി അതൊരു നോർമൽ പ്രോസസ് ഓഫ് എ കമ്പനി. അതായത് ഞാൻ RDP കൊടുക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് കൊടുക്കുന്ന ആൾക്ക്, റിമോട്ട് SSL കൊടുക്കുന്ന ആൾക്ക് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ റിമോട്ട് ആക്സസ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ അറിയുമോ, അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ, ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യാറില്ല. വി ഗിവ് എവരിബഡി ഇൻക്ലൂഡിങ് മീ. ബിക്കോസ് നമ്മുടെ കോവിഡ് സമയത്ത് എല്ലാവരും ഈ പാനിക് ആയിരുന്നു, നമ്മളുടെ ഓർഗനൈസേഷൻ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റോപ്പ് ആവാതെയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. എല്ലാവർക്കും വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് ശ്രമിച്ചിരുന്നത്. എംപ്ലോയീസിന്റെ ഒരു കാര്യം എടുക്കാൻ, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ട്രെയിനിങ് ഹാസ് ടു ബി എൻ റെഗുലർ സ്കെഡ്യൂൾ ഓഫ് എവറി 3 months ഇൻ എൻ ഓർഗനൈസേഷൻ. കാരണം ഏറ്റവും കൂടുതൽ അറ്റാക്സ് വരുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇമെയിൽസ്, മാൽവെയർ വയ ഇമെയിൽസ് ആയിരുന്നു. അത് യൂസർ നെഗ്ലിജൻസ് കൊണ്ട് വരുന്നതാണ്. അവർക്ക് ഈ ഡേറ്റയുടെ ഇമ്പോർട്ടൻസ് അറിയില്ല, അവർ ഡേറ്റ ക്ലാസിഫൈ ചെയ്തിട്ടില്ല, അത് എന്ത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണെന്നുള്ളത്.
നമ്മൾ ചുറ്റും കാണുന്ന പല എംപ്ലോയീസിന്റെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്, സെയിം. ഫിഷിംഗ് ഇമെയിൽസ് കാണുമ്പോൾ തന്നെ ഓഫീസിന്റെ നെറ്റ്വർക്ക് ആണെങ്കിലും ക്ലിക്ക് ചെയ്യും. They might have written a code in the backend which will take our static IP. Information sharing on phone calls. For example, നമ്മൾ കമ്പനിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോണിൽ കൂടെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടാവാം. There will be an hacker who is sitting next to us who will be hearing all these things and try to hack or point out this organization. Loose talks, lot of loose talks. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണമെങ്കിൽ there is only one mitigation. You have to give a proper information security policy. Let's say information is breached or namada data point, they have got an attack. What is next? Business has to run. Disaster recovery. Or disaster recovery, ipo nammal oru last 8 slide il nammal cheyenda കാര്യങ്ങളാണ്. അതിന്റെ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് ആണ് ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത്. പലതും നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ബിസിനസ് ലൈഫിൽ മറന്നു പോകുന്ന കാര്യങ്ങളാണ് ചെയ്യാനായിട്ട്. ഡിസാസ്റ്റർ റിക്കവറി, there should be a proper planning for a disaster recovery. Inventory of hardware and software. Most of the organization who I know, or ഞാനൊരു വെറുതെ ഒരു കോളിൽ സർവേ നടത്തിയപ്പോൾ അവരുടെ കയ്യിലുള്ള ഹാർഡ്വെയർ എന്താ, അവരുടെ കയ്യിലുള്ള ലൈസൻസ്ഡ് സോഫ്റ്റ്വെയർ എന്താന്ന് പോലും ഒരു ഡേറ്റാബേസ് ഇല്ലാത്ത ഓർഗനൈസേഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്, which is true. Define your tolerance, downtime and data loss. നമുക്ക് എത്ര ഡേറ്റ വരെ ലൂസ് ചെയ്യാൻ പറ്റും? It will always, it has to be always balance between the data loss capability or data loss tolerance plus the cost. നമുക്ക് ഒരു സെക്കൻഡ് പോലും ഡേറ്റ ലൂസ് ചെയ്യാത്ത ഡിസാസ്റ്റർ റിക്കവറി വേണമെങ്കിൽ you have to pay that much. So the management has to take a decision here, or you have to guide the management, or they have to drill down which data is highly critical and highly confidential and highly important to the organization. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് ഇതിനൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. Who is responsible for what? Identify a backup personnel. ഒരാളാണ് റെസ്പോൺസിബിൾ എന്നുണ്ടെങ്കിലും അതിനൊരു ബാക്കപ്പ് പേഴ്സണൽ വേണം. ബിസിനസ് കണ്ടിന്യൂറ്റി എത്രയും പെട്ടെന്ന് നമുക്ക് റീവാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. Create a communication plan. This has to be communicated to the people that we have got a disaster, and this is how you will be going to a BCP, business continuity process. Let the employees know in case of emergency where they have to go. ഏത് ബാക്കപ്പ് സൈറ്റിലാണ് അവർക്ക് പോകേണ്ടത്. ഇത് not only IT related, it is an organization related. Make sure the service level agreements include disasters and emergencies. Include how to handle sensitive information. Test your plan regularly. നമ്മളിൽ ഇതൊക്കെ ഉണ്ടാവും, ഡിസാസ്റ്റർ റിക്കവറി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു മോക്കപ്പ് ഡ്രില്ല് നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇൻക്ലൂഡിങ് മീ നമ്മൾ തയ്യാറാവാറില്ല. This training or this webinar was also a good for me to brush up my rethinking of what I have not done. അടുത്തത് ഞാൻ നേരത്തെ രാമചന്ദ്രൻ സാറിന്റെ ഒരു പോയിന്റ് എടുക്കുകയാണ്. സാർ പറഞ്ഞിരുന്നു ഓരോ എംപ്ലോയറും ഓരോ കമ്പനിയിലും ഡിഫറെന്റ് ചാലഞ്ചസ് ആണെന്ന് സാർ പറഞ്ഞു. സോ first, you need, as an IT person, you need to know your organization. For example, Chamanur vannappo ഞാനല്ല ഇത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. So I don't know what things are available here, what things are not available here, or do I have to improve, or it is sufficient. അതിനെ നമ്മൾ ആദ്യം ഓർഗനൈസേഷനെ പഠിക്കണം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണ്, നെറ്റ്വർക്ക് സ്ട്രക്ചർ എന്താണ്, സെർവർ ആർക്കിടെക്ചർ എന്താണ്, അപ്ലിക്കേഷൻ hosted and their use, എന്തൊക്കെ അപ്ലിക്കേഷൻസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്താണ് അതിന്റെ ഉപയോഗങ്ങൾ, അത് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ടോ currently, because it might be different after 5 years. I am joining, the company has started 5 years before and they thought of different plan and they will have different applications, different authentication, different authorization, different rights to different people. പക്ഷെ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകണ്ടാവും, ആരും റെഗുലർലി ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ നമ്മളൊരു ആസ് എ ന്യൂ എംപ്ലോയി, ഫസ്റ്റ് തിങ് യു നീഡ് ടു നോ യുവർ ഓർഗനൈസേഷൻ. എന്താണ് പബ്ലിക് IP അഡ്രസ്, ആരാണ് അതിന്റെ പ്രൊവൈഡേഴ്സ്, അതിന്റെ എത്ര സ്പൂൾ എന്താ പറയാ ബാൻഡ്വിഡ്ത്ത് അലോക്കേറ്റഡ് ആണ്, ഏതൊക്കെ നെറ്റ്വർക്ക് പോർട്സ് നമ്മൾ പബ്ലിക്കലി അവൈലബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ക്രിട്ടിക്കൽ ഡാറ്റ ഹാൻഡ്ലിംഗ് പോളിസി ഉണ്ടോ,
ഇല്ലേ, ക്ലാസിഫിക്കേഷൻ ഉണ്ടോ, ക്ലാസിഫിക്കേഷൻ ഇല്ലേ, ഇതെല്ലാം IT സൈഡിൽ വരുന്ന കാര്യം തന്നെയാണ്. ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉണ്ടോ, ക്ലാസിഫിക്കേഷൻ ഓഫ് യൂസേഴ്സ് ഉണ്ടോ, യൂസേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ HRMS ലീവ് മാർക്ക് ചെയ്യേണ്ട ഒരു എംപ്ലോയിക്ക് ആ ഒരു മൊഡ്യൂളിൽ അത് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അയാളെ ഒരു ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഇടണം. ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഫോൾഡർ, ഷെയർഡ് ഫോൾഡർ മിക്ക ഓർഗനൈസേഷനിലും ഉണ്ടാവും. ഒരു ഷെയർഡ് ഫോൾഡർ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന് അവൈലബിൾ ആവേണ്ട ആവശ്യമില്ല. ദർ യു നീഡ് ടു ഹാവ് ക്ലാസിഫിക്കേഷൻ. ഈ ക്ലാസിഫിക്കേഷനിൽ പെടുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ യൂസർ പ്രിവിലേജസും ക്ലാസിഫിക്കേഷനും കൂടി ഒരുമിച്ച് പറഞ്ഞു എന്നുള്ളൂ. ഈ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആണോ എന്നുള്ളതും ഒരു ക്ലാസിഫൈഡ് ആണ്. ആൾക്ക് എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്തുണ്ട്, യു നീഡ് ടു നോ ലൈക്ക് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ യു ആർ സർവിങ്. ഇമേജിംഗ് ഡിവൈസസ്, കമ്മ്യൂണിക്കേഷൻ, വെബ്സൈറ്റ് കണ്ടന്റ്, എന്താണ് വെബ്സൈറ്റിൽ കണ്ടന്റ് ഉള്ള, ക്രൈസിസ് മാനേജ്മെന്റ്, എന്താണ് പ്ലാൻ, ക്രൈസിസ് വന്നാൽ ഇങ്ങനെ. കാരണം ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഒരു മാനേജിംഗ് ഡയറക്ടർ തൊട്ട് ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള ആൾക്കാരൊക്കെ ആദ്യം ചോദിക്കുക IT-യുടെ അടുത്തായിരിക്കും, എങ്ങനെ നമ്മൾ ഇത് മുന്നോട്ട് പോകും. അപ്പൊ ആ ക്രൈസിസിന് വേണ്ടി നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, IT എങ്ങനെ മാനേജ് ചെയ്യും, ദ ബിസിനസ് ദേ വിൽ മാനേജ്. ഡിസാസ്റ്റർ റിക്കവറി ഉണ്ടോ, ബിസിനസ് കണ്ടിന്യൂറ്റി പ്രോസസ് ഉണ്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു മിനിമൽ ഫണ്ടമെന്റൽ തിങ്സ്. ഇത് എവറി എംപ്ലോയി ക്യാൻ ജോട്ട് ഡൗൺ, എവറി IT പേഴ്സൺ ക്യാൻ നോട്ട് ഡൗൺ ആൻഡ് കീപ് ദിസ് വിത്ത് ദം. ഈ ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്ത് വെക്കാൻ പറ്റും, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദ ഓർഗനൈസേഷൻ. സോറി, ഞാനൊരു ബിറ്റ് സ്പീഡിൽ പോകുന്നുണ്ട്, കാരണം പറഞ്ഞ ടൈമിനേക്കാളും നല്ലോണം കൂടിപ്പോയി. ഫസ്റ്റ് തിങ്, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ഫ്രെയിംവർക്ക്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷന് എന്താണ് ഫ്രെയിംവർക്ക് കൊണ്ടുവരേണ്ടത്, എന്ത് ഫ്രെയിംവർക്ക് ആണോ. ഞാനൊരു മീഡിയം ആൻഡ് എബവ് മീഡിയം ലെവൽ കമ്പനി, സ്മോൾ ഓർഗനൈസേഷന് ഒരു പക്ഷേ താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല ഈ ഒരു ഡെഫിനിഷൻ ഓർ ഈ ഫ്രെയിംവർക്ക്. പക്ഷെ ഇതൊരു ബേസ് ഫ്രെയിംവർക്ക്. ഒരു സിസോ ഉണ്ടായിരിക്കണം, ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസർ, അയാളുടെ അണ്ടറിലായിരിക്കണം ഈവൻ CIO പോലും ഓൺ an IT, because CISO will have the responsibility for the information security of the entire organization, not related to IT also. So policies അങ്ങനെ ഡിഫൈൻ ചെയ്യണം. എങ്ങനെയാണ് security implementation നടത്തുക? They have got two different approaches for that. Either bottom up, ഒരു IT സ്റ്റാഫ്, ഒരു IT പേഴ്സൺ, ഒരു സെർവർ അഡ്മിന്ന് മുകളിലേക്ക് CEO ലെവലിലേക്ക്, ഗ്രാസ് റൂട്ട് താഴ്ത്തുനിന്ന് തുടങ്ങി മുകളിലേക്ക് നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓർ ഫ്രം ദ ടോപ്പ് മാനേജ്മെന്റ് ടു ഡൗൺ. ഇതില് ടോപ്പ് മാനേജ്മെന്റ് ടു ഡൗൺ ആണ് ഓൾവേസ് സജസ്റ്റബിൾ, ബിക്കോസ് കോൺഫിഡൻഷ്യൽ ഇൻഫോർമേഷന്റെ ഏറ്റവും കൂടുതൽ വരുന്നത് ടോപ്പ് മാനേജ്മെന്റ് സൈഡിലാണ്. അവിടുന്ന് താഴത്തേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാണ് ഏറ്റവും ഐഡിയൽ. ബട്ട് സ്റ്റിൽ ബോത്ത് വേസ് യു ക്യാൻ ഡു. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ SDLC, നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഒരു കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും SDLC തന്നെ പറയാം. സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്തായിരിക്കണം? നമുക്ക് ആദ്യം തന്നെ ഓർഗനൈസേഷനെ കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഇൻവെസ്റ്റിഗേഷൻ, വിച്ച് വി വിൽ അനലൈസ് ദാറ്റ്, will have a logical design how things has to work. We'll have a physical design. From that logical design, from that we'll start the implementation, maintenance and change. Implementation കഴിഞ്ഞാൽ regular, ഇതിന് ഒരു single word as per new terms, it is called as CI, continual improvement. That is repeat. We have come to the last slide, which is GDPR. India government already in discussion and become a law soon. ഇതിന്റെ ഡിസ്കഷൻ സുപ്രീം കോർട്ടും എല്ലാം ഓൾറെഡി ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വായിച്ചെന്ന് മനസ്സിലായതാണ്. GDPR is General Data Protection Regulation. ഒരു ഇൻഡിവിജ്വലിന്റെ ഡേറ്റ നമുക്ക് ബാങ്കിലായാലും അല്ലെങ്കിൽ ലോൺ എടുക്കാൻ പോയാലും അല്ലെങ്കിൽ ഗോൾഡ് ലോൺ NBFCയുടെ കാര്യം എടുക്കാൻ ഗോൾഡ് ലോൺ എടുക്കാൻ പോയാലും വി ആർ ഗിവിംഗ് KYC, know your customer. What is that included in that know your customer? It is the personal data of the customer. ആ ഡേറ്റ ആ കമ്പനിക്ക് വേണമെങ്കിൽ മിസ്യൂസ് ചെയ്യാം. അപ്പൊ അതിനൊരു പോളിസി, അതിനൊരു റെഗുലേഷൻ ഗവൺമെന്റ് കൊണ്ടുവരികയാണ്. അതിന്റെ ക്യാരക്ടർ
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് പെർമിഷൻ. ഞാനിപ്പോ ഒരു ഗോൾഡ് ലോൺ ആണെന്ന് വെച്ചാൽ ഗോൾഡ് ലോണിന് വേണ്ടി മാത്രം അത് മെൻഷൻ ചെയ്തിരിക്കണം. എന്തിനാണ് ഈ ഡേറ്റ ഞാൻ കളക്ട് ചെയ്യുന്നത് എന്ത് ഡിസൈനിന് വേണ്ടിയിട്ടാണ്, അതിന് പോർട്ടബിലിറ്റി ഉണ്ടോ, എൻ്റെ വേറെ ഓർഗനൈസേഷന് പോകാൻ പറ്റും. അങ്ങനെ ഒരു 10ഓളം ക്യാരക്ടറിസ്റ്റിക്സ്, മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതാണിത്. റൈറ്റ് ടു ബി ഫോർഗോട്ടൻ. അതായത് എനിക്ക് നാളെ എൻ്റെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഗോൾഡ് ലോണിന്റെ കാര്യം എന്തിനെടുക്കാം, നാളെ എൻ്റെ ഡേറ്റ എൻ്റെ ഈ സിസ്റ്റത്തിൽ നിന്ന്, അതായത് ഈ കമ്പനിയുടെ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതിന് റൈറ്റ്സ് ഇല്ല. ഇപ്പൊ നമുക്ക് അതിനൊരു അപ്ലിക്കേഷൻ കൊടുത്തത് ആരും ചെയ്യൂല സാധാരണഗതിയിൽ. ഈ ലോ വന്നതിന് ശേഷം അതിനും കൂടി റൈറ്റ്സ് കിട്ടും. എൻ്റെ ഡേറ്റ എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട, ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, സോറി, എവ്രി വൺ, GDPR എന്ന് പറയുന്നത് ഹോൾ കൺട്രിക്കാണ് വരുന്നത്. എവ്രി വൺ വിൽ ഫോളോ ദ സെയിം ലോ. നോർമൽ പോയിന്റ്സ് ആണ്, ഞാനിട്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. I think 20 minutes-ഓളം കൂടുതലായി തോന്നുന്നു, or 40 minutes-ഓളം കൂടുതലായി തോന്നുന്നു. So let me close down here. We will have an interaction and discussion session. If you have anything to ask or anything to discuss, it's open stage now. Contact details. I do consultancy for my private clients whom I bring from my previous experiences. For example, I have some clients from US and Australia and UAE itself. Still I continue, so you can contact me if any help is required from my side. Thank you for the opportunity. Thank you for the team. Thank you, IT Leaders Club. Thank you. Thank you, sir. Would like to thank you on behalf of everyone present here for such a wonderful and knowledge sharing presentation. And I will request everyone to please raise your hand if you have any questions to Jayachandran sir. Already his contacts were also shared, so you may contact him whenever you need in future. Please raise your hand for your question. Yes, Suresh. Or else they can put the question in chat also. I can read it up for if anyone wants to. Suresh sir, you can continue, sir. ജയൻ സെഷൻ നന്നായിരുന്നു, വളരെ ഇൻഫോർമേറ്റീവ് ആണ്. പല കാര്യങ്ങളും ജയൻ പറഞ്ഞ പോലെ തന്നെ നമ്മളൊക്കെ റെഗുലർ ശ്രദ്ധയിൽ വരാത്ത പല പോയിന്റുകളും കണ്ടുപോ. ഇതിപ്പോ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് എവരിബഡി നോസ് ആൻഡ് യു ക്ലിയർലി മെൻഷൻ. സോ ഫ്രം വേർ ടു സ്റ്റാർട്ട്, അതായത് ഇതിന്റെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് IT എംപ്ലോയി സൈഡിൽ നിന്നാണോ അതോ മാനേജ്മെന്റ് സൈഡിൽ നിന്നാണോ, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? കാരണം ഇത് എല്ലാവർക്കും അറിയാം, there is no proper ഒരു ആന്റിവൈറസോ ഫയർവാളോ ഡാറ്റ പ്രൊട്ടക്ഷനോ ബാക്കപ്പോ ഇല്ലാതെ there are ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ ചുറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസൈറ്റ് നമ്മുടെ ഈ IT ലീഡേഴ്സ് ക്ലബിന് വരാനും അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ കമ്പനികളിലുള്ള ഇൻഫർമേഷനും കാര്യങ്ങളും ലീക്കാവാതെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് IT മാനേജേഴ്സ്, സിസ്റ്റം അഡ്മിൻ, CIO ലെവലിലെ എല്ലാ ആളുകളും ഉത്തരവാദിത്വമാണ്. അത് ക്ലിയർ ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചോദിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഞങ്ങൾക്ക് പലയിടത്തിലും നമ്മൾ ചോദിച്ചാൽ പറയാറുണ്ട് ബാക്കപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് ബാക്കപ്പ് ഈസ് ദെയർ. അത് നമ്മൾ സെർവറിൽ നിന്ന് ബാക്കപ്പ് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ എടുത്തിട്ട് ആ മേശയുടെ ഉള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. സെർവർ ഇരിക്കുന്നത് മേശയുടെ മുകളിൽ, ഹാർഡ് ഡിസ്കിന്റെ ബാക്കപ്പ് ഇരിക്കുന്നത് മേശയുടെ ഉള്ളിൽ. ഇത്ര വ്യത്യാസമുള്ളൂ. പക്ഷെ ഈ സംതിങ് വെന്റ് റോങ് ഫോർ ദാറ്റ് റൂം ഓർ ദാറ്റ് ബിൽഡിംഗ്, എവിടുന്ന് നമുക്ക് ഈ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റും? ഹാർഡ് ഡിസ്ക് നമുക്ക് സെർവർ വാങ്ങിക്കാൻ പറ്റും, സോഫ്റ്റ്വെയർ നമുക്ക് ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റും, പക്ഷെ ഈ ഡാറ്റ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എവിടുന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എവിടുന്ന് തുടങ്ങിയാലാണ് ഈവൻ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ ഡാറ്റ ബാക്കപ്പ് എന്ന് മാത്രമല്ല, ഡാറ്റ സെക്യൂരിറ്റി എന്നുള്ളതിന്റെ അവയർനെസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? എവിടുന്ന് തുടങ്ങണം?
അത് ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു IT ലീഡേഴ്സ് ക്ലബിന്റെ ഒരു സെമിനാർ ആയതുകൊണ്ട് തന്നെ ഐ വുഡ് സജസ്റ്റ് ദാറ്റ് പ്രത്യേകിച്ച് ഈ റീജിയൻ ഒരു പ്രത്യേകതയുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ് ഇഫ് സംതിങ് ഈസ് ഹേർട്ടിങ് ഇൻ ദിസ്, ബട്ട് അത് റിയാലിറ്റിയാണ്. നമ്മുടെ റീജിയൻ ഒരു പ്രത്യേകത, നമ്മളുടെ ബിസിനസ് ഓണേഴ്സ്, നമ്മളുടെ പല ബിഗ്ഗസ്റ്റ് ഓർഗനൈസേഷന്റെയും ബിസിനസ് ഓണേഴ്സ് ഇതിനെ കുറിച്ചൊന്നും അവെയർ അല്ല. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് അവരെ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ ദ സ്ലൈഡ് വിച്ച് ഐ ഷോഡ്, നോ യുവർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആദ്യം തന്നെ ഒരു IT ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുത്തിട്ട് ഇന്നതൊക്കെ വൾനറബിലിറ്റീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് ഓർ റിപ്പോർട്ടിംഗ് സ്റ്റൈല് അത് മാനേജ്മെന്റിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് കൊടുത്ത് അവരെ ഇത് അവയർ ചെയ്യായിരിക്കും ആദ്യം ചെയ്യേണ്ട കാര്യം. അതിൽ കൂടെ നമുക്കിത് ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുമെന്നും കൂടി അവരെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ അതിന് മേ ബി 1-2 എക്സാമ്പിൾസ്, ലൈവ് എക്സാമ്പിൾസ് ഇൻ ദ മാർക്കറ്റ് നമ്മൾ ഗൂഗിൾ ചെയ്താലൊക്കെ കിട്ടും. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും, എത്ര പൈസ ചോദിച്ചു എന്നുള്ളത് കിട്ടും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെമ്മണ്ണൂർ തന്നെ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയാനും പറ്റും, അതുകൊണ്ടാണ് ചെമ്മണ്ണൂർ തന്നെ റീസെന്റ് നമ്മളൊരു റാൻസം വെയർ അറ്റാക്ക് എന്റെ വിക്ടിമാണ്. Like it was not long in this COVID lockdown time. നമ്മളുടെ ഒരു 6+2 സെർവേഴ്സ് ക്ലൗഡിൽ ഉണ്ടായിരുന്നു, ഒറ്റയടിക്ക് റാൻസം വെയർ അറ്റാക്ക് ഉണ്ടാക്കി പോയിട്ടുണ്ട്. അപ്പൊ പക്ഷെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ പറ്റിയത് കൊണ്ടും നമ്മൾ ആ പൈസ പേ ചെയ്യേണ്ടി വരില്ല. എന്റെ പേഴ്സണൽ അനുഭവവും ഉണ്ട്. ഫോർ എക്സാമ്പിൾ UAE ഉണ്ടായിരുന്ന സമയത്ത് ഒരു കമ്പനിക്ക് റാൻസം വെയർ അറ്റാക്ക് ഉണ്ടായി. They asked for somewhere around 70,000 dirhams, which this guy was willing to pay in Bitcoin. അത് പേ ചെയ്തു പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല, ആ പൈസയും പോയി, ഡാറ്റയും പോയി. അപ്പൊ ഇതേപോലെയുള്ള എക്സാമ്പിൾസ് നമ്മൾ റിയൽ ലൈവ് എക്സാമ്പിൾസ് എടുത്തിട്ട് മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓണർ അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ട് ആള് പോയാൽ ആർക്കൊക്കെ നഷ്ടം വരുമോ അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ഇത് തുടങ്ങാനായിട്ട്. അവിടെ നിന്ന് തുടങ്ങും. അത് അപ്പൊ ചിലപ്പോൾ ടോപ്പ് ടു ബോട്ടം അപ്രോച്ച് ആയിരിക്കും നമുക്ക് എടുക്കേണ്ടി വരിക. പക്ഷെ അപ്പോഴും ഒരു ബോട്ടം പേഴ്സൺ ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ അത് നമ്മുടെ IT മാനേജ് ചെയ്യുന്ന ആള് ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് അവിടെ എന്തെല്ലാം ത്രെട്ടുകൾ ഉണ്ട് എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഇതിന്റെ ഒരു വാല്യൂ എന്താന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്ത് മാനേജ്മെന്റിനെ പ്രസന്റ് ചെയ്യലാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടത്, അല്ലെ? താങ്ക് യു. നമുക്ക് സെഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 2-3 പേര് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വോട്ട് ഓഫ് താങ്ക്സ് എന്നൊക്കെ പറയാം. സമയം നമ്മൾ 8:30 ഉള്ളത് 8:45 ആയി, 8:48 ആയി. ഒന്ന് ശാന്തി ഒന്ന് സ്പീഡ് ആക്കായിരുന്നു. ഷുവർ സർ. അപ്പോ ഏതായാലും ജയചന്ദ്രൻ സാറിന്റെ നമ്പർ കോൺടാക്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. സോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫ്യൂച്ചർ നീഡ്സ് ഉണ്ടെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. So next I would request our guest Dr. Sudhir S. Marar, Professor HOD Department of MCA, Nehru College of Engineering and Research Center, Thrissur. Over to you, sir. Hi, so Mr. Rubal. Yes, sir, it's audible. Thank you. So വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. IT ലീഡേഴ്സ് ക്ലബിനെ കുറിച്ച് ധാരാളം കേട്ടു. അനൂപ് സാർ നടത്തുന്നു, സുരേഷ് സാർ നടത്തുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയില്ലെങ്കിൽ പോലും തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലൊരു പരിപാടി ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ്. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പേരിൽ എല്ലാ ആശംസകളും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് സെഷൻ പ്രസന്റ് ചെയ്ത ജയൻ സാർ, it was a wonderful session. Though I could join only the midway of the session, അധികം മുഴുവൻ ഡാറ്റ കേൾക്കാൻ പറ്റിയില്ല. But definitely I did listen to your last 8 to 9 slides. It was wonderful. And thank you for your sharing of information. Sir പറഞ്ഞ ലാസ്റ്റ് എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്ന ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നൊക്കെ പറയുമ്പോൾ 98 കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുള്ള ഡെഫിനേഷൻ, എനി പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ടു എനിബഡി അറ്റ് എനി ടൈം ഫ്രം എനിവേർ. ആ ഒരു ട്രാക്കൊക്കെ മാറി സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. അതൊരു ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് ലെറ്റ് ഇറ്റ് ബി എ കൾച്ചർ. അതൊരു സംസ്കാരമായി മാറട്ടെ. അത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളാൻ പാകത്തിന് അതിന് അടുത്ത തലമുറയ്ക്ക് അതൊരു സംസ്കാരമായി ഉൾക്കൊണ്ട് അവർ നല്ല IT ലീഡേഴ്സായി മാറാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഈ പറയുന്ന IT ലീഡേഴ്സ് ക്ലബിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. വളരെ സിൻസിയർ ആയിട്ട് എനിക്ക് തോന്നിയപ്പോൾ 1-2 കാര്യം. ഇപ്പോൾ I teach computer science for MCAs, MTechs and MBAs. അതായത് മാനേജേഴ്സിനെയും
എഞ്ചിനീയേഴ്സിനെയും ഒരേപോലെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, whenever we teach about this technology management is altogether a black box. കാരണം മാനേജ്മെന്റ് പ്രൊഫഷണൽസിന് ടെക്നോളജി എന്താണെന്ന് അറിയുന്നില്ല, ടെക്നോളജിക്കാർക്ക് മാനേജ്മെന്റിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾക്കൊണ്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള പ്രോസസ്സും അൽഗോരിതംസും അല്ലെങ്കിൽ അതിന് പറ്റുന്ന മെത്തഡോളജീസും ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള വെബിനാർസ് ഉണ്ട്. ഇപ്പോൾ ഈ വെബിനാർ പോലും ഇപ്പോൾ നോക്കി അർത്ഥത്തില് ഒരു ചലഞ്ചാണ് കോവിഡ് പാൻഡമിക് എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള സുരേഷ് സാറിനും IT ലീഡേഴ്സ് ക്ലബിനും എല്ലാ ആശംസകളും അറിയിക്കുന്നു. നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പേരിൽ, ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ പേരിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you for sharing your thoughts. Moving on, I would request Sri Anthony Joseph for vote of thanks. Anthony sir is the Managing Director of AQA, ISO Consultant, past Chairman CSI and past District Governor, Wise Men International. Sir, please over to you. Good evening, friends. വളരെ നല്ലൊരു ആരംഭം. ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സമയത്താണ് നിങ്ങൾക്ക് ഇത് ആരംഭം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയില്ല, നമ്മൾ തീയിൽ കുരുത്താൽ വെയിലത്ത് വാടില്ല. നിങ്ങളുടെ ഈ സമയത്തുള്ള ആരംഭം വളരെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്നത്തെ സെഷൻ അതിഗംഭീരമായിരിക്കുന്നു. ജയൻ വർമ്മയുടെ പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള പെർഫെക്ഷൻ, കാരണം ഇത്തരത്തിലുള്ള ഒരു IT സംരംഭം നിങ്ങളുടെ CIOമാരുടെ ഒരു പ്രശ്നം തുടങ്ങുമ്പോൾ ഈ സമയത്ത് തുടങ്ങിയിട്ട് വളരെയധികം ഗ്ലോബൽ ജയൻസ് ഒക്കെ ഇവിടെ ഉണ്ട്, കൊച്ചിയിലും അല്ല കേരളത്തിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ സമയത്ത് ആരംഭം കുറിച്ചിരിക്കുന്ന ഈ ഒരു ഓർഗനൈസേഷന് വളരെയധികം പ്രതീക്ഷ ജനങ്ങൾക്കുണ്ടാവും. യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനിലേക്കുള്ള യാത്ര, അത് വളരെ മുറുകെ പിടിച്ചൊരു സംഭവമാണെങ്കിലും നിയർ ടു പെർഫെക്ഷനിലേക്ക് ഇതിനെ ലക്ഷ്യം വെക്കുക. അവിടെ നിന്ന് പിന്നെ പെർഫെക്ഷനിലേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. അപ്പം ഈ സമയത്ത് നിങ്ങളെല്ലാവരും പലരും ഈ 100 ചില്ലാൻ പേര് ഇപ്പം തന്നെ വന്നെന്ന് പറയില്ലേ, ഇതിൽ മെമ്പേഴ്സ് ഇപ്പം ഇനി വളരെയധികം പേര് ഇതിലേക്ക് കൂടും. കാരണം ഇതിൻ്റെ തുടക്കം നന്നായിട്ടുണ്ട്. അപ്പോൾ റോൾ മോഡൽ ബെഞ്ച് മാർക്കിംഗ് ആയിട്ട് എടുക്കാൻ പോകുന്നത് നിങ്ങളുടെ ഈ IT ക്ലബ്ബായിരിക്കും. അപ്പോൾ പറ്റുന്നത്ര സൂക്ഷിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എല്ലാത്തിനും ആൾക്കാർക്ക് റോൾ മോഡലായിട്ട് എടുക്കാനായിട്ട് ഇത് പറ്റുന്ന രീതിയിൽ വിജയിക്കട്ടെ. വിഷ് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു വെരി മച്ച്. Thank you, sir. Thank you so much. പറയൂ സർ. ശാന്തിയുടെ പിന്നെ ആളെ ഇൻവൈറ്റ് ചെയ്തോളൂ. ആളത് സംസാരിക്കും, എന്റെ ഫോണിലൂടെ സംസാരിക്കും. പറഞ്ഞോളൂ. Okay. Now I invite Sri Sunil G. Krishnan for his words for vote of thanks. I forgot to introduce him, sir. Really apologize. He's a System Manager, Directorate of Panchayat, LSGD, Government of Kerala. So over to you. Hello. Good evening. IT Leaders Clubന്റെ ഈ സെഷൻ തുടക്കം തന്നെ വളരെ ഗംഭീരമായി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇപ്പോഴും ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ കുറിച്ച് വേണ്ടത്ര അവയർനെസ് ഇല്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. കഴിഞ്ഞ ഈ 1 വർഷം ഈ വാളാക്രൈ അറ്റാക്ക് നമ്മുടെ പല ഓഫീസുകളും ഉണ്ടായി. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ IT മിഷൻ പോലെയുള്ള ഏജൻസികളോട് ബന്ധപ്പെട്ടാണ് നമ്മൾ അപ്പോൾ അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്ത ശ്രീ ജയൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഈ ഇനീഷ്യേറ്റീവ് സ്റ്റാർട്ടിംഗ് ശ്രീ സുരേഷ് എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വഴിയായ എല്ലാം എന്റെ bottom of the heart I am expressing my sincere thanks. Wish you all success and I expect such this kind of sessions every week. I will invite, collaborate with all the functions of your IT club on the level I can do. Thank you. Thank you, sir. Thank you, sir, for your words. Thank you very much. Thank you.
Thank you so much for your wonderful words, sir. So here we come to the end of our today's program. I would like to thank all our chief guests today and all our attendees as well for sparing your valuable time for the session. Looking forward to your presence in all our future sessions too. Thanking the whole team of IT Leaders Club, each and everyone who worked behind this session for making it successful. Thank you, everyone. നെക്സ്റ്റ് വീക്കിലെ പ്രോഗ്രാം കൂടി ഒന്ന് പറയാം. നെക്സ്റ്റ് വീക്കിൽ നമ്മുടെ കൊച്ചി മെട്രോന്റെ IT ഹെഡ് സംഗീതാണ് സെഷൻ എടുക്കുന്നത്. ആള് സംസാരിക്കാൻ പോകുന്നത് ഓപ്പൺ സോഴ്സ് ERP-നെ പറ്റിയിട്ടാണ്. ഇപ്പൊ നമ്മൾ പലരും ടാലി കേൾക്കുന്നുണ്ടാവും, SAP കേൾക്കുന്നുണ്ടാവും, ഡൈനാമിക്സ്, ഒറാക്കിള്, കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ, പല കാര്യങ്ങളെ പറ്റി നമ്മുടെ IT ലീഡേഴ്സ് പലരും കേൾക്കുന്നുണ്ടാവും. പക്ഷെ അതിൽ ഓപ്പൺ സോഴ്സിനെ പറ്റി, അപ്പോൾ സംഗീത് ഓപ്പൺ സോഴ്സിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് ഇന്ന് ജയൻ ചെയ്ത പോലെ മിസ്റ്റർ സംഗീത് ഒരു സെഷൻ നെക്സ്റ്റ് വീക്കിൽ ഇതേപോലെ 7 മണിക്ക് എടുക്കുന്നതായിരിക്കും. ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻ, എങ്ങനത്തെ ഓപ്പൺ സോഴ്സ് ആപ്ലിക്കേഷൻസ് പഠിക്കാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിനെ പറ്റി ആളുകൾ കവർ ചെയ്യും. അതിന്റെ ഇൻവൈറ്റ് നമ്മൾ ഗ്രൂപ്പിലും ഇന്ന് വന്ന പോലെ പല രീതിയിലും ഷെയർ ചെയ്യാം. എനിക്ക് നമ്മുടെ ടീമിലെ മെമ്പേഴ്സിനോട് പറയാനുള്ള, ഇത് നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ ഇതിൽ നമ്മുടെ ഗസ്റ്റുകളൊക്കെ പറഞ്ഞ പോലെ ഇതിലേക്ക് മാക്സിമം ആളുകളെ, നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ള ആളുകളൊക്കെ ഷെയർ ചെയ്ത് അവരെ ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാ ദിവസങ്ങളും അതേപോലെ ഇതിൽ നിൽക്കുന്ന മെമ്പേഴ്സും തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ ടോപ്പിക്കുകൾ അവര് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ മുന്നോട്ട് വരണം. ഇത് ഇന്നത്തെ സെഷൻ നന്നായിരുന്നു. വൺസ് അഗൈൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ആൾ. ഗുഡ് നൈറ്റ്. Thank you, everyone. Have a good night. Good night.